السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. റൂഹുൽ അദബിൻ്റെ 84-85 വരികളാണ് നമ്മൾ നോക്കുന്നത്. വനാസിഹുൽ ഇഖ്വാന വസ്മുത്തു സാഹിബി അഹ്ലൽ മുറൂഅത്തി മിനൽ അഖാരിബി വൽമറഉ ഫീ ദീനി ഖരീനിഹിൽ ഹമീം ഇൻ സാലിഹൻ ഫസാലിഹുൻ വ ഇൻ ബഹീം. വനാസിഹി ലിഖ്വാൻ, നിങ്ങൾ സഹോദരങ്ങളോട് നസീഹത്തുള്ളവരാവുക. നമ്മൾ നസീഹത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഗുണകാംക്ഷയുള്ളവരാവുക. നമ്മൾ അവരോട് ഗുണകാംക്ഷയുള്ളതിൽ പെട്ടതാണ് അവരെ നമ്മൾ ഉപദേശിക്കുക എന്നുള്ളത്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ വെറും ഉപദേശമല്ല, അവരെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവുക. മാത്രമല്ല അവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുക. ഇതൊക്കെ അവരെ പറ്റിയുള്ള ഗുണകാംക്ഷ. അപ്പോൾ നമ്മൾ മാത്രം നന്നായാൽ മതി, ഞാൻ ദിക്റും ഇബാദത്തും ഇങ്ങനെ നടക്കും, ഞാൻ ത്വരീഖത്തുമായി നടക്കും, വേറെ ഒന്നിലേക്കും ഞാൻ പോവില്ല, ആരോടൊന്നും പറയൂല, അങ്ങനെയല്ല. സഹോദരങ്ങളോട് നിങ്ങൾ നസീഹത്ത് ചെയ്യണം. അതിനുള്ള പൊസിഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ എല്ലാവരും പോയി നസീഹത്ത് പറയണമെന്നല്ല, അതിന് നസീഹത്ത് ചെയ്യണം. അവർക്കും ആ ഹൈർ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ നിങ്ങൾ നാസിഹുൽ ഇഖ്വാൻ, നിങ്ങൾ സഹോദരങ്ങളോട് ഇഖ്വാനിങ്ങളോട് നസീഹത്ത് നടത്തണം. അവരോട് ഗുണകാംക്ഷയോടുകൂടി ഉപദേശം നടത്തണം. വസ്മുത്ത് സാഹിബി അഹ്ലുൽ മുറൂഅത്തി, മുറൂഅത്തിൻ്റെ ആളുകൾപ്പെട്ട, അതായത് നല്ല സൽസ്വഭാവമുള്ള, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള, നമ്മുടെ സൽസ്വഭാവം ഒരാളെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ സൽസ്വഭാവം എന്നറിയുന്നത്. ആ നല്ല പെരുമാറ്റമുള്ള ആളുകളുമായി നിങ്ങൾ കൂട്ടുകൂടുക. ഇഖ്വാനിങ്ങളെ നിങ്ങൾ ഉപദേശിക്കുക. അത് പ്രത്യേകിച്ചും നമ്മൾ താഴെയുള്ളവരെ, നമ്മളിലെ ഉപദേശം തേടി വരുന്നവരെ, അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ഉപദേശിക്കേണ്ടത്. വസ്മുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൗനം പാലിക്കണം. നിങ്ങൾ ഉപദേശിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് വസ്മുത്ത്, നിങ്ങൾ മൗനം പാലിക്കണം. സ്വാഹിബി അഹ്ലുൽ മുറൂഅത്തി, നിങ്ങൾ സൽസ്വഭാവമുള്ള നല്ല ആളുകളുമായി കൂട്ടുകൂടുകയും വേണം. മിൻ അഖാരിബി, ഖുർബ് ഹാസിലാക്കിയ ആളുകളിൽ നിന്ന്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന്, ഇഖ്വാനികളോട് നസീഹത്ത് ചെയ്യണം. അവരോട് എപ്പോഴും ഗുണകാംക്ഷയോടുകൂടി ഉപദേശിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് ഉപദേശം നമ്മുടെ അടുത്ത് കേൾക്കുന്നവരാണെങ്കിൽ, നമ്മുടെ അടുത്ത് തേടുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ ഉപദേശിക്കാവൂ. എല്ലാവരെയും ഇപ്പോൾ ഉപദേശിക്കാൻ നടക്കരുത്. നമ്മുടെ അടുത്ത് ഉപദേശം തേടുന്നവർ, നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്ന് തോന്നുന്നവരോട് ഉപദേശിക്കാതിരിക്കുകയും അരുത്. ഇപ്പോൾ നമ്മൾ ഇഖ്വാനികളൊക്കെ 2 കൂട്ടം ആളുകളുണ്ടാവും. നമ്മൾ അവരോടൊന്ന് സംസാരിച്ചാൽ, അവർക്ക് നമ്മളൊരു പ്രോത്സാഹനം കൊടുത്താൽ, ത്വരീഖത്തിലും ഹിദ്മത്തിലും ഇബാദത്തിലൊക്കെ ഒരു പ്രോത്സാഹനം കൊടുത്താൽ അവരൊന്ന് ഉഷാറാവുമെന്നും തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നത് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അവർ നസീഹത്ത് നൽകണം. അവരോട് നമ്മൾ സംസാരിക്കണം. അങ്ങനെ കേൾക്കാത്തവരാണ്, അതൊന്നും കേൾക്കൂല, നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനത്തെ ആളുകളോട് സംസാരിക്കുകയും ചെയ്യരുത്. എന്നാൽ ഇത് കേൾക്കും നമുക്കറിയാം, പക്ഷെ എന്നിട്ടും നമ്മളിങ്ങനെ പറയാതിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യമായിട്ട് ഒതുങ്ങി ജീവിക്കുക, ഞാൻ ആരും ഒന്നിലില്ല, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, എന്തിനാ വെറുതെ നമ്മളെ സമയം കളയുന്നത്, നമ്മളെ കാര്യമായിട്ട് നോക്കി നടന്നാൽ പോരെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല. നമ്മളെ കാര്യം, വേറെ ആരിലേക്ക് നമ്മൾ ചിന്തിക്കൂല, വേറെ ആരെയും നമ്മൾ നോക്കൂല. അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല. അതാണ് നാസിഹുൽ ഇഖ്വാൻ. ഇഖ്വാനിങ്ങൾ നിങ്ങൾ നസീഹത്ത് നടത്തണം. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണെങ്കിൽ, പലപ്പോഴും ഇപ്പോൾ നമ്മൾ വലിയ ഷെയ്ഖോ മുഖദ്ദമൊന്നും ആവണമെന്നില്ല പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞുണ്ടാവും ത്വരീഖത്തിൽ വന്നിട്ട്, ആദ്യമായിട്ട് ത്വരീഖത്തിൽ വന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ വന്നിട്ട് മടിയായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ പറയുകയാണ്,
ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ പിന്നെ നിങ്ങൾ എന്താണ് ഇതിലൊന്നും ആക്റ്റീവായി കാണാത്തത്, നിങ്ങൾ ദിക്റൊന്നും കൊണ്ടെടുക്കലില്ലേ, അല്ലെങ്കിൽ അതിനെ പറ്റി ത്വരീഖത്തിനെ കുറിച്ചും ഷെയ്ഖിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് അവർക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും, അവർ ഉഷാറായിട്ട് വരും. അപ്പോൾ അത് ചെയ്യാതിരിക്കരുത്. നമ്മളിൽ ഒതുങ്ങി, ഞാൻ എന്നിൽ ഒതുങ്ങി എൻ്റെ ഇബാദത്തുമായി മാത്രം കൂടുകയാണ് എന്ന് പറയുന്നൊരവസ്ഥ നല്ലതല്ല. മനാസിഹൽ ഇഖ്വാൻ, നിങ്ങൾ ഇഖ്വാനികളോട് നസീഹത്ത് നടത്തണം എന്ന് കരുതി എല്ലാവരോടും പോയി വാത് പറയാനില്ല. അങ്ങനെയും ചെയ്യരുത്. നമ്മുടെ അടുത്ത് അത് തേടുന്ന ആളുകൾ മാത്രം, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവർ മാത്രം, എല്ലാവരോടും പോയി നസീഹത്ത് പറയുന്നത് ശരിയുമല്ല. വസ്മുത്ത്, ഇനിയിപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളല്ലേ വസ്മുത്ത്, നിങ്ങൾ മിണ്ടാതിരിക്കണം, മൗനം പാലിക്കണം. ഇനി ഒരാളോട് നമ്മൾ ഒരു നസീഹത്ത് നടത്തുകയാണെന്ന് കരുതുക, അവരോട് നല്ലൊരു ഗുണകാംക്ഷയോട് കൂടി നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെന്ന് കരുതുക. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അവരുടെ എല്ലാ സമയവും നമുക്ക് അവർ ഓപ്പൺ ചെയ്ത് തരുന്നതാവില്ല. ചിലവരെല്ലാപ്പോഴും ഓപ്പൺ ചെയ്യുന്നവരുണ്ടാവും. ചിലർ നമുക്കറിയാം ഇതൊരു ലിമിറ്റാണെന്ന്, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളുണ്ട്. അങ്ങനെ ഘട്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മളവിടെ മിണ്ടാതിരിക്കണം. നമ്മളവിടെ എന്ത് ചെയ്യുക, എല്ലാത്തിനും പോയി പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ചില സമയത്ത് അവർ ഓപ്പൺ ആവും, ചില സമയത്ത് ഓപ്പൺ ആവില്ല. ചില സമയത്ത് അവർ എപ്പോഴും ഓപ്പൺ ആവുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ നസീഹത്ത് നടത്താനുള്ള അവസരങ്ങളാണ് നസീഹത്ത് നടത്തണം. അത് പറ്റുന്നില്ലേ, നിങ്ങൾ മിണ്ടാതിരിക്കണം. അപ്പോൾ ചില ആളുകളോട് ഇന്ന ആളുകളോട് നമുക്ക് ഉപദേശിക്കാം എന്ന് പറയാൻ പറ്റുന്നവരുണ്ട്, ഇന്ന ആൾക്കോട് ഉപദേശിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ പറ്റുന്നവരോട് ഉപദേശിക്കുക, പറ്റാത്തവരോട് ഉപദേശിക്കാതിരിക്കുക. ഇനി പറ്റുന്നവരോട് തന്നെ നമുക്ക് വ്യത്യസ്ത ചില സമയത്ത് പറ്റുന്നുണ്ട്, ചില സമയത്ത് പറ്റൂല എന്നുണ്ട്. ചില കാര്യങ്ങളിൽ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങളിൽ പറ്റൂല എന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് എവിടെയാണ് അവർ വെക്കുന്ന ബ്രേക്ക് എന്ന്. ആ ബ്രേക്കിൽ നമ്മളവിടെ നിൽക്കണം, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത്. അത് കടന്നാൽ അത് തർക്കമാവും. ആ തർക്കം ഒരിക്കലും ദീനിൽ അനുവദനീയമല്ല. നമ്മൾ പറയുന്നത് കേൾക്കുന്ന അതിൻ്റെ ഞാൻ ഇങ്ങനെ ഉണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരില്ലല്ലോ കേട്ടോ. അതായത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞാൻ അംഗീകരിക്കൂല എന്ന് പറയുന്നതും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇതും നിങ്ങളൊന്ന് കേൾക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. രണ്ടാമത്തത് ഓക്കെയാണ്, അത് അപ്പോഴും അവർ ഡോർ ഓപ്പൺ ആക്കിയിട്ടാണ് തരുന്നത്. നമ്മൾ പറയുന്നുണ്ട്, അവരെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. അപ്പോൾ നമുക്ക് അവരെ കേൾക്കുകയും പിന്നെ നമുക്ക് അവരോട് പറയുകയും ചെയ്യാം. ഒന്നാമത്തത് നമ്മൾ ആദ്യം തന്നെ നിഷേധിക്കുക, ഒരിക്കലും സംഭവ്യമല്ല, ഒരിക്കലും നിങ്ങളോട് ഈ കാര്യം പറയുകയേ ചെയ്യരുത്. ഒരാൾ ആളുകൾ തമ്മിൽ പ്രശ്നത്തിലാണ്, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നത്തിലാണ്. അപ്പോൾ നമ്മളൊരു സുഹൃത്തിനോട് പോയിട്ട് ഉപദേശിക്കാൻ നിന്നു. അപ്പോൾ ആ സുഹൃത്ത് പറയാണ്, നിങ്ങൾ ഈ വിഷയം എന്നോട് പറയുകയേ ചെയ്യരുത്, ഞാൻ ഒരു കാര്യത്തിനും ഞങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറല്ല, ഞാൻ ഒരിക്കലും അത് മാറൂല എന്ന് അവൻ പറഞ്ഞാൽ അത് അവിടെ പോയിട്ട് പിന്നെ നിങ്ങൾ ഉപദേശിച്ചിങ്ങ് നിൽക്കരുത്, അത് ശരിയല്ല, അവിടെ മിണ്ടാതിരിക്കില്ല നല്ലത്. അതേസമയം അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ കാര്യം കൂടി നിങ്ങൾ കേൾക്കണം, സംസാരിക്കാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് അവർ കേൾക്കുകയും നമ്മൾ അവരോട് എന്ത് ചെയ്യുക, അവരെ വാക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നതിന് ശേഷം നമ്മൾ അവരോട് നസീഹത്ത് നടത്തുകയും വേണം. അപ്പം ഇതൊക്കെ നമ്മൾ ഇഖ്വാനിങ്ങളോട് പാലിക്കേണ്ട അദബുകളിൽപ്പെട്ടതാണ്. ഫനാസുഹൽ ഇഖ്വാൻ, അതുകൊണ്ട് ഇഖ്വാനിങ്ങളെ ഉപദേശിക്കണം. വസ്മുത്ത്, അതിന് പറ്റാത്ത ഘട്ടങ്ങളിലാണോ നിങ്ങൾ മൗനം പാലിക്കണം. പിന്നെയോ സ്വാഹിബി അഹ്ലിൽ മറൂഅ, നമ്മൾ കൂട്ടുകൂടേണ്ടത് എല്ലാവരും കൂട്ടുകൂടരുത്. ഈ വിഷയം നമ്മൾ എത്രയോ തവണ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, പല ദർസുകളിലും ഇത് വിശദീകരിച്ചതാണ്. ശൈഖ് അവർകളത് ഊന്നൽ നൽകി പറയാൻ, എല്ലാവരും കൂടാവുന്നവരല്ല. നമ്മൾ ഇഖ്വാനികളിൽ തന്നെ നമ്മൾ ആത്മീയമായി ഉയർത്തുന്ന ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള അങ്ങനത്തെ ആളുകളോട് നമ്മൾ കൂട്ടുകൂടാവും. അപ്പോൾ സ്വാഹിബി അഹ്ലിൽ മറൂഅ, ഏറ്റവും ഉദാത്തമായ അള്ളാഹുവിനോട്, അള്ളാഹിൻ്റെ അടിമകളോടും സൽസ്വഭാവം കാണിക്കുന്ന ഒരാളെ നമ്മൾ കൂട്ടുകൂടാവും. അപ്പോൾ അങ്ങനത്തെ ആളെ ഒരു കൂട്ടാളിയായി മാറണം നിങ്ങൾ. പിന്നെ അക്കാരിബ്, എങ്ങനത്തെ ആൾക്കാരാണ് അവർ? അള്ളാഹുവുമായി ആത്മീയ ബന്ധുക്കളിൽ നിന്ന് അങ്ങനത്തെ ആൾക്കാരെ. ഇപ്പോൾ ഇവരെല്ലാവരും മുരീദന്മാരൊക്കെ നമ്മളെ ആത്മീയ ബന്ധത്തിലുള്ളവർ തന്നെയാണ്, പക്ഷേ അതിൽ തന്നെ പ്രത്യേക ആൾക്കാരുണ്ടാവും. അവരോട് നമ്മൾ സുഹബത്തിലായി നിൽക്കണം. പിന്നെ അതിനെ വിശദീകരിച്ചാണ് അടുത്ത ലൈൻ പറയുന്നത്, വൽ മറഉ
ഫി ദീനി കരീനിഹിൽ ഹമീം. അൽ മർഉ ഒരു മനുഷ്യൻ ആണ് ഫി ദീനി കരീനിഹിൽ ഹമീം, അവൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയുടെ ദീനിലാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയുടെ ദീനിലാണ്. നമ്മളിപ്പോൾ വെറുതെ ഹായ് ബായ് പറയുന്ന ആൾക്കാരല്ല, അത് നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് പറയില്ല. നമ്മളെല്ലാത്തിനും ചെന്ന് മുട്ടുന്ന, എല്ലാം പറയുന്ന, നമ്മൾ എന്തിനെ അഭയമായി തേടുന്ന, എപ്പോഴും നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവുന്ന, നമുക്ക് അവരോട് കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഉറ്റ സുഹൃത്തുക്കളെ ദീനിലായിരിക്കും ഒരാൾ. ആരെയാണോ നിങ്ങൾ അങ്ങനെ ഉറ്റ സുഹൃത്തായി സ്വീകരിച്ചത്, അവരുടെ ദീനായിരിക്കും നിങ്ങളെ ദീന്. ഇൻ സൊലഹൻ ഫസ്വാലിഹ്, അദ്ദേഹം നന്നായാൽ നിങ്ങളും നന്നാവും. വൈൻ ബഹീം, അദ്ദേഹം മോശമായാൽ നിങ്ങൾ മൃഗതുല്യനാവുകയും ചെയ്യും. അദ്ദേഹം മൃഗീയമായ സ്വഭാവമുള്ള ആളാണോ, നിങ്ങളും പതിയെ മൃഗീയമായ സ്വഭാവത്തിൻ്റെ ആളാവും. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആരെയാണ് കൂട്ടുകൂടാൻ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നമ്മളെല്ലാവരോടും ഭയങ്കര ചങ്ങാതിമാരായി നിൽക്കരുത്. നമുക്ക് ആരെങ്കിലും സഹായം ചോദിച്ചാൽ സഹായം കൊടുക്കുക, സലാം പറഞ്ഞാൽ മടക്കുക, ഒരുമിച്ച് വദീഫ അല്ല, ഹൈലല്ല ചെല്ല, കാണാം, സംസാരിക്കാം, പുഞ്ചിരിക്കാം, കെട്ടിപ്പിടിക്കുക ഒക്കെ ചെയ്യാം. നമ്മൾ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായി കൊണ്ടെടുക്കുന്ന ആൾക്കാരാവണം ഏറ്റവും സ്വാലിഹീങ്ങളായ, അള്ളാഹുവിനോട് അള്ളാഹിൻ്റെ അടിമകളോടൊക്കെ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന, നമുക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും വിശ്വാസങ്ങൾ അവിടുത്തെ സുന്നത്തിലും പ്രകീർത്തിച്ച ഗുണവിശേഷണങ്ങളൊക്കെ കൂടിയ ആൾക്കാരെ അവർ സഹവാസത്തിലായി കഴിയണം. അത് എന്ന് കരുതി അവർക്കൊരു കുറവ് ജീവിതത്തിലില്ല, അങ്ങനെയും മനസ്സിലാക്കരുത്. കാരണം ആരും കാമിലീങ്ങളല്ല, ഇവിടെ എല്ലാവരും കുറവുകളുണ്ടാവും. പക്ഷേ നമുക്കറിയാം അവർ നല്ല സിദ്ഖുള്ളവരാണ്, ഇഖ്ലാസ് ഉള്ളവരാണ്, അവരുടെ നീയത്ത് കൊണ്ട് അവർ വളരെ ഉഷാറാണ്. ഇനിയിപ്പോൾ അവർക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ അവർ തിരുത്തി കൊടുത്താൽ അവരത് ഞാൻ വലിയ ആളാണെന്ന് കരുതിയിട്ട് തിരുത്താതിരിക്കുന്നില്ല. അതിന് തിരുത്താനും മാറ്റാനും ഒക്കെ തയ്യാറായി നിൽക്കുന്നവരാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകളുമായി നമ്മൾ സഹവസിക്കണം. അവരെ കൂടെ നമ്മൾ നിന്നാൽ അവരുടെ ദീനിലാവും നമ്മളും. അവർ ഇസ്ലാമിൽ എവിടെയാണോ അതുപോലെ നമ്മളും ഇസ്ലാമിൽ. അവരിൽ ഈമാനിൽ എവിടെയാണോ അതുപോലെ നമ്മൾ ഈമാനിൽ. അവർ ഇഹ്സാനിലും മാരിഫത്തിലും എവിടെയാണോ അതുപോലെ നമ്മളും മാരിഫത്തിലും ഇഹ്സാനിലും. അതേസമയം നമ്മൾ കൂട്ടുകൂടുന്നത് മൃഗതുല്യമായ വിശേഷണങ്ങളുള്ള ആളുകളാണെങ്കിലോ, തിന്നുക, കുടിക്കുക, ഇണചേരുക, കിടന്നുറങ്ങുക, ഡ്രസ്സ് ഇടുക, ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ ഹ എന്ന് പറയുക, ഇത് മാത്രമാണ്, ഇതാണ് ഒരാളുടെ വിശേഷണം എന്ന് കരുതുക. അവനിപ്പോൾ ഒരു തിജാനിയാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയുള്ള ഒരാളുടെ വിശേഷണം ഉള്ള ഒരാളുമായിട്ട് നമ്മൾ കൂട്ടുകൂട്ടി, അതാണ് ബഹീം എന്ന് പറഞ്ഞത്, മൃഗീയമായ സ്വഭാവങ്ങളുള്ളവർ. ചിലപ്പോൾ തിജാനികൾ വന്ന് ഉടനെ അവർക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവണമെന്നില്ല. അവർ കുറേ കഴിയുമ്പോഴേക്കും ആ അവസ്ഥയിലേക്ക് കടന്നു വരിക. പക്ഷെ ആ അവസ്ഥയിലേക്ക് കടന്നു വരുന്നവരെ നമ്മൾ അവരുമായിട്ട് ഭയങ്കര ചങ്ങാത്തം കൂട്ടരുത്. ചിലപ്പോൾ അവരെ നമ്മൾ പിടിച്ച് വിളിക്കും അങ്ങോട്ട്, നമ്മൾ കാമിലീങ്ങളല്ലെങ്കിൽ, നമുക്ക് സിദ്ക്ക് നമ്മൾ ഉറച്ച അവസ്ഥയിലല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ അവരോട് ഭയങ്കര കൂട്ടാവാൻ പോകരുത്. എന്നാൽ ഒരു തിജാനി എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട ബന്ധങ്ങൾ മുറിക്കണം എന്നല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയും ചെയ്യരുത്. ഇതിൻ്റെ മുമ്പ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ വെറുത്തു പോകരുത് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മൾ വെറുക്കുന്നത് വേറൊരു കാര്യം, ഉറ്റ സുഹൃത്താക്കുന്നത് വേറൊരു കാര്യം. ഉറ്റ സുഹൃത്താക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരാവരുത് എന്നേ പറഞ്ഞുള്ളൂ. നമുക്ക് വെറുക്കാതെ ഇരിക്കാം, പക്ഷെ അതിന് കരുതി വെറുക്കാത്തവരൊക്കെ നമ്മൾ ഉറ്റ സുഹൃത്തുക്കളാവണമെന്നില്ലല്ലോ. ഉറ്റ സുഹൃത്തുക്കളായി നമുക്കൊരു കുറച്ച് ആൾക്കാരുണ്ടാവണം. ആ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അവരുടെ ഹാല് കൊണ്ടും കൗല് കൊണ്ടും അവരുടെ സംസാരം കൊണ്ടും അവരുടെ നോട്ടം കൊണ്ടും മൗനം കൊണ്ടും ഒക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കണം. ഇതിന് വിശദീകരിച്ചുകൊണ്ട് നെയിൽ അർബലിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നസർ യൂസുഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അന്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ലമ്മ റഅൽ ഫള വൽ ഖൈർ കഅന്നഹു മഹ്സൂറുൻ ഫീ നസീഹത്തി, നസീഹത്തിൽ അടങ്ങിയിട്ടുള്ള ഫളലും ഖൈറും ഒക്കെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മനസ്സിലായപ്പോൾ, അത് അവർ കണ്ടപ്പോൾ, ബിദാത്തിഹി ഷരീഫ, അവരെ സ്വന്തം ദാത്തം തന്നെ തുടങ്ങി. അങ്ങനെ നമുക്ക് ഓർമ്മ ഉണ്ടാറിയില്ല, നമ്മൾ മുമ്പ് ആദ്യ വരികളിൽ നമ്മൾ പഠിച്ചിരുന്നു, നസീഹത്തിൻ മിന്നി ഇലാ ഇഖ്വാനി ഫൽതുംസികൂ തരീഖത തിജാനി
അവർ തുടങ്ങിയത് തന്നെ നസീഹത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഈ നസീഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അവരെന്നെ സ്വയം നസീഹത്ത് ചെയ്തുകൊണ്ടാണ് ഈ കവിത തുടങ്ങിയത്. അപ്പോൾ നാസിഹൻ ലിഹ്വാനി, അവിടുത്തെ ഇഹ്വാനികളോട് നസീഹത്ത് ചെയ്തിട്ട് അത് തുടങ്ങിയത്. അതോടൊപ്പം എന്ത് ചെയ്തു, നസീഹത്ത് വെച്ച് തുടങ്ങുകയും ചെയ്തു. ഇവിടെ നസീഹത്തിന് വേണ്ടി വേറെ കൽപ്പന നൽകുകയും ചെയ്തു. മുമ്പ് നസീഹത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല, നമ്മളോട് ഇഹ്വാനിങ്ങളോട് നസീഹത്ത് ചെയ്യുന്നവരാകണമെന്നും പറഞ്ഞു. സ്വന്തമായി നസീഹത്ത് പറയുകയും ഇഹ്വാനിങ്ങളോട് നസീഹത്ത് പറയാൻ കൽപ്പിക്കുകയും ചെയ്തു. വാമറ മൻ കാന അഹ്ലിൻ നുസ്ഹി ഐ യൻസഹ മൻ തഹ്തഹു. നസീഹത്തിൻ്റെ ആളുകളാണെങ്കിൽ, അതായത് ആരെങ്കിലും നമ്മൾ പറയുന്ന കേൾക്കുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ താഴെ എൻസഹ മൻ തഹ്തു, അതായത് നമ്മൾ നസീഹത്ത് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ മുകളിലുള്ള ആൾക്കാരല്ല. മുകളിൽ നിന്ന് ആത്മീയമായിട്ടെന്നുള്ള അർത്ഥത്തിലാവണമെന്നില്ല. നമ്മളെ മുകളിലാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേ കേൾക്കാതിരിക്കുന്നവർ, നമ്മൾ പറഞ്ഞതിനെ വില വെക്കാത്തവർ, അവരൊക്കെ നമ്മൾ മുകളിൽ കയറി നിൽക്കുന്നവരെ പോലെയാണ്. അവരോടൊന്നും പോയി നസീഹത്ത് നടത്തരുത്. അതേസമയം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ടല്ലോ, അത് നമ്മളെപ്പോഴും താഴെ നിൽക്കുന്നവരാണ്. എന്ന് കരുതി അവർ ആത്മീയമായ താഴെ ആവണം നിർബന്ധമൊന്നുമില്ല. അവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. അവരോട് നിങ്ങൾ നസീഹത്ത് നടത്തണം. ലഅന്ന നാസിഹ തതഹറ സലാഹൽ മൻസൂഹ്. കാരണം ഒരു നസീഹത്ത് ചെയ്യുന്ന ആൾ അവന് തേടുന്നുണ്ട്, ആരെയാണോ അവൻ നസീഹത്ത് ചെയ്യുന്നത് അവൻ്റെ നന്മനെ, അവന് ഉഷാറാവണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിമാ യുസദ്ദിദുഹു മിൻ ഖലലിൻ നഖ്സി വൽ ഉയൂബി. എന്തിൽ നിന്നാണ് അവൻ ശരിയാവേണ്ടത്? അവൻ്റെ ഉള്ളിലുള്ള കുറവുകളും മോശത്തരങ്ങളൊക്കെ ഒഴിവായി നന്നാവണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിമാ യഖൂമു ബിഹി ഈമാനുദ്ദീൻ. പരിശുദ്ധമായ ഈ ദീൻ എന്തിൻ്റെ മേലാണ് പടുത്തുയർത്തപ്പെട്ടത്, അതിൻ്റെ മുകളിൽ നിലകൊള്ളാൻ വേണ്ടി. അതായത് ഒരാൾ വേറൊരാൾ നസീഹത്ത് നടത്തുമ്പോൾ അയാൾ ദീന് മോശമാണെന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ടോ എങ്കിൽ അതിൽ നിന്ന് അവനെ മാറ്റി ദീൻ നല്ലതാണെന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരണം. ദീൻ നല്ലതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യുന്നില്ലേ എങ്കിലും അവൻ ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ എന്തായിത്തീരും? ഹത്താ തകൂനു അഹ്ലിയ്യത്തു ഫീഹി ബിഖിയാമിഹി ബിൽ വദാഇഫിൽ ആദാബിൽ ഹഖ് വൽ ഖൽഖ്. അങ്ങനെ അവനായിത്തീരും അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടും ഒക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളും അദബുകളും ഒക്കെ പാലിക്കുന്ന ഒരാളായിട്ട്. അപ്പോൾ നമ്മളൊരാളോട് നസീഹത്ത് നടത്തുമ്പോൾ നമ്മൾ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളിലല്ല. നമ്മൾ നസീഹത്ത് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാനല്ല. നമ്മൾ നസീഹത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒന്നും ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണ്ട, ഈ വലിയ സുജായി ആവണ്ട എന്നുള്ളതല്ല. നമ്മൾ നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അവരുടെ ദീനിൽ, അവരുടെ അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവൻ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ അവന് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, അവന് കുറവുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിലവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊരു കാര്യം മാത്രമാണ്. ബിഖൗലിഹി വനാസിഹി അയ്യുഹൽ മുനാസിഹ് അൽ ഇഖ്വാൻ ഐ ഫിദ്ദീൻ. അപ്പോൾ ഇഖ്വാനിങ്ങളോട് നസീഹത്ത് നടത്തണം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ നസീഹത്താണ്? നമ്മൾ കുറേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ ഇട്ടപ്പോൾ എന്നാലേ ഭാവിയിൽ എനിക്ക് പൈസ ഉണ്ടാവുള്ളൂ എന്ന് പറയലല്ല. ഞാനിതാ ഇവിടെ എൻ്റെ ഭാര്യനോട് നീ അധികം മുണ്ടണ്ട, അല്ലെങ്കിൽ ഭർത്താവിനോട് അധികം മുണ്ടണ്ട, അവരൊക്കെ ഇപ്പോൾ എന്തിനാ ഒഴിവാക്കിയേക്ക് എന്ന് പറയലല്ല. ഇതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദീനിലുള്ള നസീഹത്താണ്. അതിൽ ചിലപ്പോൾ ഇതൊക്കെ വരും. ദീനാവണം അതിൻ്റെ പ്രധാന വിഷയം. അല്ലാതെ ദീന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശം നടത്തേണ്ടത്. ബിഅൻ യസ്അലു തരീഖുസ്സലാം, ബിഅൻ യസ്ലുഖു തരീഖുസ്സലാം, സലാമത്തിൻ്റെ നേരായ മാർഗത്തിൽ അവൻ സഞ്ചരിക്കാൻ വേണ്ടി. യതജന്നബു ത്വരീഖൽ മലാമതി വൽ വഹാമ, മോശപ്പെട്ട തെറ്റായ വഴിയിൽ നിന്ന് അവൻ ഒഴിവാവാനും വേണ്ടി. ഇഖ്വാനികളവൻ ഉപദേശിക്കേണ്ടത് നല്ല നേരായ വഴിയിൽ സഞ്ചരിക്കാനും തെറ്റായ മോശപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ഒഴിവാക്കാനും വേണ്ടിയാണ്.
വമിൻ അദബിക്ക ഐറൻ ഇസ്മുത്ത് അയ്യുഹൽ മുരീദ്. അതുപോലെ തന്നെ നീ പാലിക്കേണ്ട മറ്റൊരു അദബാണ് മുരീദെ മുണ്ടാതിരിക്കുക എന്നുള്ളത്, മൗനം പാലിക്കുക എന്നുള്ളത്. ഐ ഇൻ ലം തൻതിഖു ബി ഖൈർ, നിനക്ക് അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിനക്ക് നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് നല്ലത് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇസ്മുത്ത് അനിഷർ, മോശം സംസാരിക്കുന്ന തൊട്ട് നീ നിൻ്റെ നാവിനെ അടക്കി പിടിക്കണം. കമാ കാല അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്ത്, അവൻ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ മുണ്ടാതിരിക്കട്ടെ. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് സംസാരിക്കട്ടെ, ഔ ലിയസ്മുത്ത്, അല്ല മുണ്ടാതിരിക്കട്ടെ. നമ്മളിങ്ങനെ ഈ വീടുകളിലൊക്കെ ഇങ്ങനെ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ഹദീസാണിത്. നമ്മളെ റൂമുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത് ഫ്രെയിം ചെയ്ത് വെക്കാം. ഒരുപാട് ഉപകാരമുണ്ടാവും ഈ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അതിൻ്റെ കഠിനാധ്വാനം കൊണ്ടല്ല, പലപ്പോഴും നമ്മൾ നഫ്സ് അതിൻ്റെ മുകളിൽ കയറി മറിഞ്ഞിട്ട് നമ്മൾ മുണ്ടാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രയാസമായിരിക്കും. വഖാല ജല്ല ജലാലുഹു അസ്സ കമാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൂലു ഖൗലൻ സദീദൻ, നിങ്ങൾ നേരായ വാക്ക് സംസാരിക്കണം. വഖാല തആല മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങളൊന്നും സംസാരിക്കില്ല, നിങ്ങളെ മുകളിൽ റഖീബും അതീദും ഇതൊക്കെ കാണുന്നതായിട്ടുള്ളതല്ലാതെ. എല്ലാം അള്ളാഹു ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ടൊക്കെ. ഫൈൻ അറഫ്ത അയ്യുഹൽ മുരീദ്, നീ ഇത് മനസ്സിലാക്കിയാൽ, അല്ലയോ മുരീദെ, അന്നല്ലാഹ അമറക ബി ഖൗലിൻ ശദീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നേരായ വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. വജഅല ലക ഹറസൻ ശദീദൻ, അള്ളാഹു നിങ്ങളെ മുകളിലൊരു സ്ട്രിക്റ്റായൊരു കർശനമായ ആളുകളെ ഏൽപ്പിച്ചു. മിൻ ഇബാദിഹി ത്വാഹിരീൻ, അവൻ്റെ ഉന്നതരായ ശുദ്ധരായ അടിമകളിൽ നിന്ന് റഖീബിനെ അതീദിനെ ഏൽപ്പിച്ച് നോക്കാൻ വേണ്ടി. ഫഅമുർ ബയ്യിനുൻ, അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശക്തമായി മുറുകെ പിടിക്കും. ബഹുവ സഖീലുൻ ലൈസ ബിൽ ഹയ്യിൻ, അത് ഭയങ്കര കടുപ്പമുള്ള കാര്യമാണ്. ലൈസ, അതൊരു ലഘുവായൊരു കാര്യമൊന്നുമല്ല നല്ലത് സംസാരിക്കുക എന്നുള്ളത്. അതിനർത്ഥം നമ്മൾ ഒരിക്കലും നല്ലത് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എപ്പോഴും നല്ല സോഫ്റ്റായ വാക്കുകൾ ഉപയോഗിക്കണമെന്നല്ല. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മക്കളോടൊക്കെ നമ്മൾ നല്ലത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവരോട് കോപിക്കേണ്ടി വരും. ഹദീസില്ലേ, ഒരു മനുഷ്യനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു തന്നെ ഒരു ഹദീസിലുണ്ട്. ഒരാളിങ്ങനെ ശ്വാസങ്ങളെ റൂമിലേക്ക് ഇങ്ങനെ എത്തി നോക്കിയ സമയത്ത് എൻ്റെ കയ്യിലൊരു കോലുണ്ട്, എൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നു. അതായത് അതിൻ്റെ മായനയിലിട്ട് അതേ വാക്കല്ല. അതുപോലെയുള്ള വാക്കുകൾ അതൊക്കെ ആ സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ കോപിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ടാവും, അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ. ചില സന്ദർഭങ്ങൾ അത് പറ്റൂല, അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ. ഇങ്ങനത്തെ ഈ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. പറയേണ്ട സ്ഥലത്തേ പറയാവൂ. എല്ലായിടത്തും ഒരേ വാക്കുകളല്ല, എല്ലായിടത്തും ഒരേ രൂപത്തിലല്ല, എല്ലായിടത്തും ഒരേപോലെ സംസാരിക്കാൻ പറ്റൂല, ഒരേ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ സാരം. നിങ്ങൾ ഓരോന്നിനും യോജിച്ച രൂപത്തിലുള്ള നേരായ വാക്കുകൾ ഉപയോഗിക്കണം. ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാക്കണം. മക്കളോട് രൂപത്തിൽ, ഭാര്യമാരോട് രൂപത്തിൽ, ഉമ്മനോട് വാപ്പനോട് വേറെ രൂപത്തിൽ, ഉസ്താദന്മാരോട് വേറെ രൂപത്തിൽ, സുഹൃത്തുക്കളോട് രൂപത്തിൽ, എല്ലാവരോടും ഒരേ വാക്കല്ലല്ലോ ഉപയോഗിക്കുക. അങ്ങനെ ആവരുത്. എല്ലാവരും വ്യത്യസ്തമായ രൂപത്തിലാണ് അവരോടൊക്കെ നമ്മൾ സംസാരിക്കുക. ആ സംസാരിക്കേണ്ടതായ ചിട്ടകൾ ഓരോ ഭാഷക്കും ഓരോ നാട്ടിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ പാലിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മളെ വാപ്പനോട് ഉമ്മനോട് പോയിട്ട് നീ എന്ന് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, നീ എന്ന് പറയുന്നത് എന്തോ തെറ്റുണ്ടോ? ഭാഷ കൊണ്ട് ഇല്ല. പക്ഷെ നീ എന്ന് വാപ്പനോട് ഉമ്മനോട് പറയാൻ പറ്റുമോ? ശരിക്കും അതൊരു ഒരു അദബുകേടിൻ്റെ പ്രയോഗമാണ് എന്ന് അംഗീകരിക്കപ്പെട്ടതായതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അതേസമയം അത് നമ്മൾ ഭാര്യനോട് പറഞ്ഞൂടെ? പറയാം. മക്കളോട് പറഞ്ഞൂടെ? പറയാം.
അപ്പോൾ ഒരേ വാക്ക് വ്യത്യസ്ത ആളുകളോടാവുമ്പോൾ അത് തെറ്റും ശരിയും ഒക്കെ ആവുന്നു. എന്നാൽ അതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല എന്നുള്ള നേരായ ഒരു ഹദീസോ ആയത്തോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് പറയാൻ പറ്റുക. ആ ഭാഷയുടെ അതബുകേടുകളൊക്കെ ഉണ്ട്. ഒരു നാട്ടിലെ ആദത്തുകളുണ്ട്. ഷെയ്ഖുൽ തങ്ങൾ പറഞ്ഞു ഒരു നാട്ടിലെ ആദത്ത് ശരീഅത്തിന് വിരുദ്ധമല്ലെങ്കിൽ അത് ശരീഅത്താന്ന്. വഖാല ഷെയ്ഖു അബുൽ ഖാസിം അൽ ഖുശൈരി ഫി റിസാല, ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ റിസാലത്തുൽ ഖുശൈരിയിൽ പറയുന്നുണ്ട്, അസുകൂത്തു ഫീ വഖ്തിഹി സിഫത്തു റിജാൽ. സുകൂത്ത് ഫീ വഖ്തിഹി, അതായത് അതിൻ്റേതായ സമയങ്ങളിൽ മൗനം പാലിക്കുന്നത്. എല്ലാ സമയത്തും മൗനം പാലിക്കുന്നതല്ല, അതിൻ്റേതായ സമയങ്ങളിൽ മൗനം പാലിക്കുന്നത് സിഫത്തു റിജാൽ, ആണുങ്ങളെ സ്വഭാവമാണ്. പലപ്പോഴും ഇതിനാണ് ആണ് പെണ്ണെന്ന് വേർതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ആണത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അധികവും പെണ്ണുങ്ങൾ, ഇത് പൊതുവിലാണ് ഉണ്ടാവല്, പെണ്ണുങ്ങളാണ് എല്ലാത്തിലും കയറി സംസാരിക്കുക, എല്ലാ സമയത്തും സംസാരിക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയല്ല, ചില സമയങ്ങളിലൊന്നും മൗനം പാലിച്ചാൽ തീരാവുന്നതേ ഉണ്ടാവുള്ളൂ, അവിടെ മൗനം പാലിക്കില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നോർമലി പെണ്ണുങ്ങളുടെ സ്വഭാവം. എന്നാൽ ഈ സ്വഭാവം ആണുങ്ങൾക്കും ഉണ്ടാവും. ചില പെണ്ണുങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടാവണമെന്നില്ല, അവർ വളരെ മൗനം പാലിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് സാധാരണ വരെ റിജാൽ, സിഫത്ത് റിജാൽ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ആണുങ്ങളുടെ സ്വഭാവമാണിത് എന്നാണ്. ആവശ്യമുള്ള സമയത്ത് സംസാരിക്കും. മറ്റേത് സംസാരിച്ചില്ല അവർക്കെന്തോ ഓരില്ലാതായ പോലെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുക. പറഞ്ഞേ തീരും, ഒന്ന് പോയി രണ്ട് കൊടുത്ത് സംസാരിച്ച് 2 വാക്ക് പറഞ്ഞാൽ ഒരു സമാധാനമായി, പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ സുകൂത്ത് ഫീ വഖ്തിഹി സിഫത്തു റിജാൽ, ആണുങ്ങളെ സ്വഭാവമാണ് അതിൻ്റെ സമയങ്ങളിൽ മൗനം പാലിക്കേണ്ട സമയങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളത്. കമാ അന്നുത്തുക ഫീ മൗളിഹി മിൻ അഷ്റഫിൽ ഹിസാൽ, കാരണം ഏതുപോലെ അന്നുത്തുക ഫീ മൗളിഹി, ഏതുപോലെ അതിൻ്റേതായ സമയങ്ങളിൽ സംസാരിക്കുക എന്ന് പറയുന്നതും ഏറ്റവും ഉന്നതമായ വിശേഷങ്ങളാവുന്നത് പോലെ. അതായത് സംസാരിക്കാതിരിക്കൽ മാത്രം നല്ല കാര്യവും സംസാരിക്കൽ മോശം അങ്ങനെയൊന്നുമില്ല. ചില സമയങ്ങളിൽ സംസാരിക്കൽ നിർബന്ധം, അവിടെ മുണ്ടാതിരിക്കുക, നമ്മൾ എന്ത് കണ്ടാലും മുണ്ടാതിരിക്കുക, അങ്ങനെയല്ല. ചില സമയങ്ങളും പറയൽ നിർബന്ധമാവും. ഒരു വാപ്പനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കളിൽ എന്തെങ്കിലും കണ്ടാൽ അവന് പറയൽ നിർബന്ധമാണ്. അവിടെ ഇങ്ങനെ ഞാൻ സംത്തിലാണ്, മൗനം പാലിക്കുകയാണ്, ഞാൻ റിജാലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പോയി സംസാരിക്കണം. ഭാര്യയിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടാൽ ചിലപ്പോൾ സംസാരിക്കേണ്ടതായി വരും. ഒരു രാജാവിന് അവരുടെ പ്രജകളോട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഒരു കാദിക്ക് ഹുക്കുമ് നടത്തുന്ന സമയത്ത് സംസാരിക്കേണ്ടതായി വരും. കാദി മൗനം പാലിച്ചെങ്ങനെ ഉണ്ടാവും? പിന്നെ ന്യായാധിപൻ മൗനം പാലിക്കുക ശരിയല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ സമയങ്ങളിൽ അതിൻ്റേതായ ഘട്ടങ്ങളിൽ നമുക്കറിയാലോ ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നത് ഹൈറാണ്. ആ ഘട്ടങ്ങളിൽ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളിൽ പെട്ടതാണ്. എന്നാൽ സംസാരിക്കുന്നത് ഹൈറല്ല എന്ന് തോന്നുന്ന സമയത്ത് മൗനം പാലിക്കൽ അത് ആണുങ്ങളുടെ ലക്ഷണമാണ്. അനാവശ്യമായി സംസാരിക്കരുത്. നമ്മളെപ്പോഴും ചിന്തിക്കണം, ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യം കിട്ടാനുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യലല്ലാതെ വേറെ ഒന്നും അതിൽ നടക്കുന്നില്ല. പിന്നെ എന്തിനാ പറയണത്? പറയാതിരിക്കുക. മൗനം പാലിക്കുന്നതാണ് അവിടെ നല്ലത്. ആ മൗനം പാലിക്കുന്നത് തന്നെ പ്രശ്നമൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ടാവും. അതേസമയം സംസാരിച്ചത് നമ്മൾ പ്രശ്നമൊക്കെ വഷളാക്കിയിട്ടുണ്ടാവും. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു കലാമിൻ ഇബ്നു ആദമ അലൈഹി ലാലഹു, ആദം സന്തതികളിൽ മനുഷ്യന്മാർ സംസാരിക്കണ എല്ലാ സംസാരവും അവനെതിരാണ്, അവൻ അനുകൂലമായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇല്ലാ ദിക്റല്ലാ, അള്ളാഹിൻ്റെ ദിക്റൊഴികെ. അവൻ എന്ത് സംസാരിച്ചാലും അതൊന്നും അവന് അനുകൂലമല്ല, ഒക്കെ അവനെതിർ പ്രതികൂലമായിരിക്കും. അള്ളാഹിൻ്റെ ദിക്റാണോ സംസാരിച്ചത്? ഓക്കെ. അംറു ബിൽ മഅറൂഫ്, അല്ലെങ്കിൽ നന്മ കൽപ്പിച്ചതാണോ? നഹി അനിൽ മുൻകർ, അല്ലെങ്കിൽ മോശത്തെ തൊട്ട് തടഞ്ഞതാണോ? ഇത് അല്ലാത്ത എല്ലാ സംസാരവും അവനെതിരായിരിക്കും. എതിരായിരിക്കും എന്ന് പറഞ്ഞാൽ പരലോകത്തെതിരായിരിക്കും. അവനൊരു ഗുണം അവന് കൊണ്ടുണ്ടാവില്ല. അവന് ഖേദിക്കും, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു, എത്ര നന്നായനെ, അതുകൊണ്ട് എന്താ വെറുതെ സംസാരിച്ചു എന്നവൻ തോന്നുന്നൊരവസ്ഥ അവനുണ്ടാവും. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു അബ്ദൻ സഖത ഫസലിമ, ഒരു അടിമക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ, കാരുണ്യം കാണിക്കട്ടെ. അവൻ്റെ പ്രത്യേകത എന്താ? സഖത ഫസലിമ,
അവൻ മൗനം പാലിച്ചു, അതുകൊണ്ട് അവൻ സുരക്ഷിതനായി. മൗനം പാലിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, സുരക്ഷിതനായി. ഔ തകല്ലമ ഫഗനിമ, അതുപോലെ തന്നെ അവൻ സംസാരിച്ചു, അതുകൊണ്ട് അവൻ നേട്ടം കൊയ്യുകയും ചെയ്തു. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പിന്നെ ഒരു സന്ദർഭത്തിൽ നമ്മൾ കുറേ സംസാരിക്കുന്നത്, നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സംസാരം കൊണ്ട് ഹൈറില്ലാന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് നമ്മളെ സുരക്ഷിതനാക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്താൽ പോലും നമ്മൾ സംസാരിക്കാതിരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു വലിയ തെറ്റ് ചെയ്ത ഒരാൾ, ഒരു കള്ളൻ, അവനെ ആളുകളൊക്കെ പിടിച്ചുകൂടി. എന്നിട്ട് അവൻ പറയാ, തെറ്റ് പറ്റിപ്പോയി, സോറി, ഞാൻ എന്താ ചെയ്യാം എന്നവൻ ശരിക്കും അവൻ്റെ ഉള്ളിൽ തൊട്ട് പറഞ്ഞാൽ കുറേയൊക്കെ അത് സോൾവ് ആവും, അവൻ സുരക്ഷിതനാവുക. അതേസമയം അവൻ റിബൽ ആവാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുകയാണ്. ആ സാഹചര്യം കൊണ്ടാണ്, ഈ സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെയല്ല ആക്കിയത്, ഇങ്ങനെ ആക്കിയത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിന് ന്യായീകരിച്ച് എന്തൊക്കെയോ ആക്കുകയാണെന്ന് കരുതുക. അവനൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും, ഞാൻ ഉദാഹരണം പറഞ്ഞതല്ലോ, എപ്പോഴും നമ്മൾ മൗനം പാലിച്ചാൽ നമ്മൾ സേഫായിരിക്കും പല സാഹചര്യങ്ങളിലും. ഇനി അതുപോലെ സംസാരിക്കേണ്ട സമയങ്ങൾ എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ടാണ് ഫതകല്ലമ ഫഗനിമ, അവൻ സംസാരിച്ചു, നേടി. ആ സംസാരം കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടെന്ന് തോന്നുകയാണ്. ആ സംസാരിച്ചോടുകൂടി തന്നെ മുഴുവൻ തകർന്നു തോന്നുന്ന സാധനം ഉണ്ടാവില്ല. ചിലപ്പോൾ 2 വാക്കേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, അതോടുകൂടി അതിൻ്റെ മൊത്തം മൂടങ്ങ് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ അല്ല, നമ്മൾ സംസാരിച്ചു, അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടി, അങ്ങനത്തെ സംസാരം. നമ്മൾ മൗനം പാലിച്ചു, അതുകൊണ്ട് നമ്മൾ സുരക്ഷിതനായി. അങ്ങനത്തെ ഒരു അടിമക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു കാരുണ്യം നൽകട്ടെ എന്നൊരു ശ്വാസങ്ങൾ ദുആ ചെയ്തു. വമിൻ അദബിക്കായിലൻ, അതുപോലെ തന്നെ ഒരു മുരീദിനുണ്ടാവേണ്ട അദബിൽപ്പെട്ട, അതൊക്കെ മുരീദന്മാരുണ്ടാവേണ്ട കാര്യം കേട്ടോ, ഒരു തിജാനിക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. സോഹിബ യാനി ലാസിമ വസാദിഖ് അഹ്ലുൽ മുറുഅ, ഒരു മുരീദിനുണ്ടാവേണ്ട ക്വാളിറ്റിയിൽപ്പെട്ടതാണ് അവൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട, നല്ല മനുഷ്യന്മാരിൽപ്പെട്ട ആത്മാർത്ഥതയുള്ള ആളുകളോട് സഹവാസത്തിലായി നിൽക്കുക എന്നുള്ളത്. നല്ല ആൾക്കാരുമായിട്ടുള്ള സഹവാസത്തിലാവുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അല്ലദീ ജമഉ ഹിസാല ഷരീഫ, മുറുഅത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല വിശേഷണങ്ങൾ ഒരുമിച്ച് കൂട്ടിയ, നല്ല ഉന്നതമായ വിശേഷണങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ആളുകളാണ് അവർ. വഹിയ ഉഖൂലു സഖിയ, ഉന്നത വിശേഷണങ്ങൾ എന്താണെന്നറിയോ? വഹിയ ഉഖൂലു സഖിയ, അവരുടെ ബുദ്ധി നല്ല തെളിമയാർന്ന ബുദ്ധിയായിരിക്കും, നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കും. വഉലൂമു സനിയ, അവർക്ക് നല്ല അറിവുണ്ടാവും. വഅഖ്ലാഖുൽ മർദിയ, എല്ലാവരും തൃപ്തിപ്പെടുന്ന നല്ല വിശേഷണങ്ങളുണ്ടാവും. വഅയ്റുഹ മിന സിഫാത്തിൽ ആലിയ, അതുപോലുള്ള മറ്റ് വിശേഷണങ്ങളും. ഇതെല്ലാം കൂടി ഒത്തുചേർന്ന ആരെങ്കിലും ഉണ്ടോ? ആ ആളുകളുമായി നിങ്ങൾ സഹവസിക്കണം. അപ്പം നിങ്ങൾ തിജാനിയാണെങ്കിൽ നോക്കണം, ആരുടെ ബുദ്ധിയാണ് ഏറ്റവും തെളിമയാർന്ന. ബുദ്ധി തെളിമയാർന്നതെന്ന് ഓന് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടി, അങ്ങനെയല്ല. ബുദ്ധി തെളിമയാർന്നതെന്ന് പറഞ്ഞാൽ അവനെപ്പോഴും ദുനിയാവിനേക്കാളും ആഖിറത്തിനേക്കാളും ഒക്കെ അള്ളാഹിനെ സ്ഥാനം വെക്കുന്നു. ഹൈറായ കാര്യങ്ങളൊക്കെ അവൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അവൻ തിരഞ്ഞെടുക്കുന്നു. മോശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, നല്ലത് സംസാരിക്കുന്നു, മോശം ഉണ്ടാതിരിക്കുന്നു. അങ്ങനെ തുടങ്ങി അവൻ്റെ ബുദ്ധി കൊണ്ട് അവൻ അള്ളാഹു എന്താണ് അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നു. അതാണ് തെളിമയാർന്ന ബുദ്ധി. ഉലൂമു സനി, അതുപോലെ നല്ല വിവരമുള്ള ആളാണ്, ജാഹിലല്ല, എല്ലാത്തിനെ പറ്റി അറിയാം. അതുപോലെ നല്ല സ്വഭാവ വിശേഷണങ്ങളുള്ള ആളാണ്, നല്ല സ്വഭാവമാണ് അവർക്ക്. അങ്ങനെ തുടങ്ങുന്ന ആളുകളായിട്ട് നിങ്ങൾ കൂട്ടുകൂടണം. മിനൽ അക്കാരിബി, അങ്ങനത്തെ കൂട്ടുകൂടുന്ന ആൾക്കാർ ആരിൽ നിന്നാവണം? മിനൽ അക്കാരിബി, നിങ്ങളെ ബന്ധുക്കളിൽ നിന്ന്. ആ ബന്ധുക്കൾ ഫിൽ ഹിസ്സി ഔ അഹലിൽ ഫദ്ലി വല്ലുൻസ്, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ കുടുംബക്കാരെന്നുള്ള അർത്ഥത്തിലാവാം. ഔ അഹലിൽ ഫദ്ലി വല്ലുൻസ്, അഹലിൽ ഫദ്ലി വല്ലുൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവുമായിട്ടുള്ള സ്നേഹ സാമീപ്യവും കരസ്ഥമാക്കിയ ആളുകളുമാവാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ അർത്ഥത്തിലായിരിക്കും എന്തായാലും. കാരണം നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തണം എന്നല്ലല്ലോ ശേഖ് പറയാം. അള്ളാഹുവിനായിട്ടുള്ള സാമീപ്യം കരസ്ഥമാക്കിയ, അവനിൽ നിന്നുള്ള ഫദല് നേടിയെടുത്ത ഇങ്ങനത്തെ ഉന്നതമായ സ്വഭാവങ്ങളുള്ള ആളുകളുമായി നിങ്ങൾ സ്വഹബത്തിലായി കഴിയണം എന്നാണ്. കാരണം എന്താ? വൽ മറഉ ഐ ഇൻസാൻ ഫീ ദീനി ഐ അഖീദത്തി ഖരീനിഹി, കാരണം ഒരു മനുഷ്യൻ ഫീ ദീനി,
ഐ അഖീദത്ത് ഖരീനിഹി, ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ ദീനിലാണ്, അവൻ്റെ വിശ്വാസത്തിലാണ്. ഐ ജലീസിഹി വ ഖലീലിഹി, ഖരീനി എന്ന് പറഞ്ഞാൽ അവൻ്റെ സുഹൃത്ത് തന്നെ ആരാണ്? ആരെ കൂടാണോ അവൻ ഇരിക്കുന്നത്, ആരെ കൂടെയാണോ അവൻ നല്ല സ്നേഹബന്ധത്തിലായിട്ടുള്ളത്, അത് അവൻ്റെ. അൽ ഹമീം, എങ്ങനത്തെ ആളാണ്? ഉറ്റ സുഹൃത്താണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസാദിഖ് ഫിൽ മഹബ്ബ. ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കരീനിഹിൽ ഹമീം എന്ന് പറഞ്ഞാൽ മഹബത്തിൽ ഭയങ്കര മഹബത്തുള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ടാവില്ല. നമ്മൾ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരവസ്ഥ. അലീമിൽ മവദ്ദ, നമുക്കെപ്പോഴും ഭയങ്കര അലിവ് തോന്നുന്ന ഒരാൾ, എപ്പോഴും സ്നേഹം തോന്നുന്ന, എപ്പോഴും അലിവ് തോന്നുന്ന ഒരാൾ. അങ്ങനത്തെ ഒരാളുമായിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരാളാണ് നമ്മൾ ഈ എന്താ പറയുക, കരീനിൽ ഹമീം എന്ന് പറയാം. ആ ആൾ ആരാണോ അവരെ ദീനിലായിരിക്കും നിങ്ങൾ. ആ ആള് ഇൻകാന ജലീസുഹു സ്വാലിഹൻ, അദ്ദേഹം സ്വാലിഹാണെങ്കിൽ, ഐ മഅല്ലാഹി വ ഖൽഖിഹി വ നഫ്സിഹി, അവൻ്റെ അള്ളാഹുമായിട്ടും അവൻ്റെ അടിമകളുമായി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ സ്വാലിഹാണെങ്കിൽ, ഫായുഹ ഹുവ സ്വാലിഹുൻ, നിങ്ങൾ അതുപോലെ സ്വാലിഹാവും. ലിഅന്ന ത്വബാഅ തസ്രിഖു ത്വബാഅ, കാരണം അങ്ങനത്തെ ഉറ്റ സുഹൃത്ത് സ്വാലിഹാണെങ്കിൽ നിങ്ങൾ സ്വാലിഹാവും. കാരണം എന്താ? ലിഅന്ന ത്വബാഅ തസ്രിഖു ത്വബാഅ, ഈ നമ്മളെ പ്രകൃതം മറ്റൊരു പ്രകൃതത്തെ കട്ടെടുക്കുന്നു. അതായത് നമ്മൾ ഏറ്റവും ഉറ്റ സുഹൃത്തിൻ്റെ കൂടെ ആണെങ്കിൽ അവരെ പ്രകൃതം എന്താണോ അതുപോലെ ആയിത്തീരും നമ്മൾ പ്രകൃതം. അവരെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരുടെ രീതികൾ, അതൊക്കെ നമ്മൾ അറിയാതെ നമ്മളിങ്ങനെ അവിടുന്ന് കട്ടെടുക്കുന്ന പോലെ ഉണ്ടാവും, നമ്മളിലേക്ക് പകർന്ന് ലഭിക്കപ്പെടും, നമ്മളറിയാതെ ഓരെപ്പോലായി മാറിയിട്ടുണ്ടാവും. വൈൻ ബഹീം, ഇനി അവർ ഒരു മൃഗീയമായ അവസ്ഥയിലാണെങ്കിൽ നിങ്ങളും മൃഗീയമായ അവസ്ഥയിലാവും. അതായത് വൈൻ കാന ഹമ്മുഹു ഷഹ്വത്തൽ ബതനി വൽ ഫറജ്, അവൻ്റെ ഹിമ്മത്ത് കേന്ദ്രീകരിക്കപ്പെട്ടത് അവൻ്റെ വയറിലേക്കും അവൻ്റെ രഹസ്യ അവയവങ്ങളിലേക്കും മാത്രമാണെങ്കിൽ അതിനർത്ഥം കൽ ബഹീം ഹോ കദാലി, നിങ്ങളും അതുപോലെ തന്നെ ആയിത്തീരും. അപ്പോൾ നിങ്ങൾ ഒരു മനുഷ്യൻ ഉറ്റ സുഹൃത്താക്കി എടുക്കുന്ന ആളാരാണോ അവൻ്റെ സ്വഭാവം ഇവനിലേക്ക് ഇങ്ങനെ കട്ടെടുക്കപ്പെടും. അവൻ നമ്മളിലേക്ക് ഇങ്ങനെ വരും അറിയാതെ. നമ്മൾ അവരെ കൂടെ അങ്ങ് നിന്നാൽ മതി. അവരെ ഏറ്റവും അടുപ്പം, അതായത് നോർമൽ അടുപ്പമല്ല, ഇതൊരു കരീനിൽ ഹമീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സ്നേഹത്തിൻ്റെ അടുപ്പം, നമ്മളെപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ആ അടുപ്പം വരുമ്പോൾ അവരുടെ സ്വഭാവം അറിയാതെ നമ്മുടെ സ്വഭാവം മാറും സ്വാഭാവികമായും. അതൊരു മോശപ്പെട്ട വയറിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ഇണ ചേരുന്നതിന് കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളാണോ, ഭക്ഷണവും ഇണചേരലും മാത്രമാണോ അവരുടെ വിഷയം, അങ്ങനത്തെ ആളുകളാണോ, അങ്ങനെയാണ് നമ്മൾ അതുപോലെ ആയിത്തീരും. ഇനിയല്ല അവർ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളാണോ, അത് നമ്മളും അതുപോലെ ആയിത്തീരും. ലിമാ വറദാൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബി ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ, അന്നഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് എന്താണ് ഹദീസ് എന്താ? റജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ഖലീലിൻ്റെ, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ദീനിലാണ്. ഫല്യൻദുറു അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളെപ്പോഴും നോക്കണം, ഓരോരുത്തരും നിങ്ങൾ നോക്കണം, മൻ യുഹാലിൽ, നിങ്ങൾ ആരെയാണ് നല്ല സുഹൃത്തുക്കളായി സ്വീകരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളെ സുഹൃത്തിൻ്റെ ദീനിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ആരെയാണ് നല്ല സുഹൃത്തുക്കളായി നിങ്ങൾ സ്വീകരിച്ചതെന്ന് നിങ്ങൾ നോക്കണം. ഹവാത്തിമ ദഹബ് എന്ന ശറഹിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് യഹിയൽ ഖാദി അത്തൻദുഇ മഹാനവറുകൾ പറയുന്ന വ്യാഖ്യാനം നോക്കാം. ആദ്യത്തെ വരി, വനാസിഹൽ ഇഖ്വാന വസ്മുത് സാഹിബി അഹ്ലുൽ മുറൂഅത്തി മിൻ അഖാരിബി എന്നതിൻ്റെ വ്യാഖ്യാനം പറയാം. ഖദ് തഖദ്ദമ കലാമു അലാ നസീഹത്തി, നസീഹത്തിനെ കുറിച്ചുള്ള നമ്മൾ സംസാരം മുമ്പ് നമ്മൾ കഴിഞ്ഞു പോയതാണ്. ഇന്ത കൗലിൻ ആദിം, എപ്പോഴാണ് കഴിഞ്ഞു പോയത്? ഇന്ത കൗലിൻ ആദിം, കവി പാടിയപ്പോൾ
നസീഹത്തും മിന്നി ഇലാ ഇഖ്വാനി ഫൽതുംസികൂ തരീഖത്ത തിജാനി എന്ന് പറയുന്ന വാക്ക് വിശദീകരിച്ചപ്പോൾ അതൊക്കെ നമുക്ക് കഴിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നില്ല എന്നർത്ഥം. ഫന്ദുറുഹു മിൻക്, അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് പോയി നോക്കിക്കൊള്ളാൻ. വാമ്മ കൗലുഹു വസ്മുത്ത്, ഇനി ആ വസ്മുത്ത് എന്നുള്ളതിന് വിശദീകരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വഫി ഇഹ്യാഉലുമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്, ഫി കിതാബി ആഫാത്തിൽ ലിസാൻ, നാവിൻ്റെ ദൂഷ്യതകൾ അതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത്, മനസ്സുഹു ഈ പറയുന്ന ഭാഗം എന്താണത്? ആലം, നിങ്ങൾ അറിയണം, അന്ന ഖതറൽ ലിസാനി അദീമുൻ, നാവിൻ്റെ ദോഷങ്ങൾ വലിയതാണ്. വലാ നജാത മിൻ ഹത്രിഹി ഇല്ലാ ബിസ്സംത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല ഇല്ലാ ബിസംത്, മൗനം പാലിച്ചിട്ടല്ലാതെ. വലിദാലിക മദ്ഹു ശർഉ സംത്, അതുകൊണ്ടാണ് ശരീഅത്ത് സംത്തിനെ, മൗനം പാലിക്കുന്നതിന് വളരെയധികം പ്രകീർത്തിച്ചത്. വഹസാലി, അതുപോലെ തന്നെ അതിന് പ്രോത്സാഹനം നൽകിയതും. അപ്പോൾ മൗനം പാലിക്കുന്നത് വളരെ വലിയ നാവ് കൊണ്ട് സംസാരിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ശരീഅത്ത് എപ്പോഴും മൗനം പാലിക്കുന്നതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സമത നജാ, ആരെങ്കിലും മൗനം പാലിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സംതു ഹിക്മത്തുൻ ഖലീലുൻ ഫായിലുഹു, സമത്ത് എന്ന് പറയുന്ന ഒരു ഹിക്മത്താണ്. അതായത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടാൽ അവൻ ഹൈറൻ കസീർ, അവൻ ഒരുപാട് ഹൈറാണ് നൽകപ്പെട്ടതെന്ന്. സംത്ത് എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ട ഒരു ഹിക്മത്താണത്. ഒരു മനുഷ്യന് ആവശ്യത്തിലേ സംസാരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള സമയത്തൊക്കെ മൗനിയാണ്. എനിക്കതൊരു ഹിക്മത്താണ്. ഖലീലൻ ഫായിലുഹു, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ആ കാര്യം ചെയ്യുള്ളൂ. നമ്മളൊക്കെ ഷെയ്ഖുൽ തങ്ങളൊക്കെ നോക്കിയേക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖ് പലപ്പോഴും മൗനിയാണ്, അധികം സംസാരിക്കില്ലല്ലോ, വളരെ കുറഞ്ഞ് മാത്രമേ സംസാരിക്കുള്ളൂ. അധിക സമയം ഷെയ്ഖ് മൗനമായിട്ട് പാലിക്കുന്ന അവസ്ഥയിലാണ്. അതെന്താ? അത് ഏറ്റവും വലിയ ഹിക്മത്താണ്. ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ അവനെപ്പോഴും മൗനം പാലിക്കുന്നവനായിരിക്കും. ഞാനൊരിക്കലും നമ്മളെ സിൽസിലയിലല്ലാത്ത ഒരു മുഖദ്ദമിനെ പരിചയപ്പെട്ടപ്പോൾ അവരോട് നിങ്ങളെ ഇത് സിൽസിലയിലാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷെയ്ഖുൽ തങ്ങളെ മുരീദാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ ഷെയ്ഖുൽ തങ്ങളെ മുരീദ് മുറുകെ പിടിച്ചോളിയും, കാരണം മൂപ്പര് നല്ല മൗനിയാണ്, അധികം സംസാരിക്കാത്ത ആളാണ്. എന്തുകൊണ്ട് അധികം സംസാരിക്കാത്ത ആളെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഹിക്മത്താണ്. അത് മൂപ്പര് അങ്ങനെ പറഞ്ഞ വാക്ക് ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോൾ എനിക്കത് കുറച്ചും കൂടി ഹൃദയത്തിൽ ഉറച്ചത്. കാരണം ആ സംത്ത് ഹിക്മത്ത് എന്ന വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൗനം ഹിക്മത്താണ്. ഖലീലുൻ ഫായിലുൻ. പക്ഷെ നമ്മളൊന്നും മൗനം പാലിക്കുന്നതിനേക്കാൾ നല്ല സംസാരിക്കില്ല. കാരണം നമ്മൾ മൗനം തന്നെ താനും ഉണ്ടാവില്ല, നമ്മൾ മോശം സംസാരിക്കും. അതിനേക്കാൾ നല്ല സംസാരിക്കില്ല. ഷെയ്ഖ് മോശമൊന്നും സംസാരിക്കൂല. മൗനമാണ് ഇപ്പോഴും ഷെയ്ഖിൻ്റെ വിശേഷണം. ഇപ്പോൾ എന്നാൽ ഷെയ്ഖ് ഒരിക്കലും സംസാരിക്കലില്ല എന്നല്ല കേട്ടോ, സംസാരിക്കും, പക്ഷേ അതിൻ്റേതായ സമയങ്ങളിൽ മാത്രം. അല്ലാത്ത സമയങ്ങളിലും ഭൂരിഭാഗവും ഷെയ്ഖ് മൗനം പാലിക്കുന്ന അവസ്ഥയിലാണ്. അസംതു ഹിക്മത്തുൻ, അതുകൊണ്ടാണ് സമത്ത് എന്ന് പറയുന്നത് വലിയൊരു ഹിക്മത്താണെന്ന് പറയാൻ കാരണം. ഖലീലുൻ ഫായിലുഹു, വളരെ കുറഞ്ഞ പേര് മാത്രമേ ആ പ്രവർത്തനം ചെയ്യുള്ളൂ, മൗനം പാലിക്കുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ എവിടെ എങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കാം, പറയണം, അവിടെ ചെയ്യണം, അവിടെ പോയി ഒച്ചപ്പാടുണ്ടാക്കണം. ഇതാണ് നമ്മളെ പലപ്പോഴും നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എവിടെ നമ്മൾ മൗനം പാലിക്കണം ചിന്തിക്കുക? അവിടെ വേണ്ട, അവിടെ മൗനമാണ് പാലിക്കേണ്ടത്, മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതാണല്ലോ നമുക്ക് വേണ്ടത്. കാരണം അതാണല്ലോ ഹിക്മത്തായിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖാല ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നജാതു, എന്താണ് രക്ഷപ്പെടുക നിങ്ങൾ പറഞ്ഞല്ലോ, എന്താ രക്ഷ? ഖാല, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അംസിക അലൈക ലിസാനക്, നിൻ്റെ നാവിനെ നിങ്ങൾ ഒതുക്കി വെക്കലാണ്. അംസിക അലൈക ലിസാനക്, നിങ്ങൾ നാവിനെ ഒതുക്കുന്നതൊക്കെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം നിയന്ത്രിക്കുക എന്നാണ് കേട്ടോ. നാവിനെ നിയന്ത്രിക്കലാണ്. വൽയസക ബൈതുക്, നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടലാണ്. വബക്കി അല ഹതിയതിക്, നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത് നിങ്ങളെപ്പോഴും കരയലാണ്.
നമ്മൾ നാവിനെ നിയന്ത്രിക്കുക, വീട്ടിലൊതുങ്ങിക്കൂടുക, അനാവശ്യമായി പുറത്തിറങ്ങരുത്. നമ്മൾ എപ്പോഴും പുറത്തിറങ്ങാൻ നമ്മൾ ചിന്ത, പ്രത്യേകിച്ചും ആണുങ്ങൾ തന്നെ ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ മതി. കാരണം അള്ളാഹു ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് ഈ അങ്ങാടികൾ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. അങ്ങാടികളിൽ ഇങ്ങനെ പോയി കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്ന് അത്ര നല്ല കാര്യമൊന്നുമല്ല. ആണുങ്ങൾക്ക് തന്നെ നല്ലതല്ല, പിന്നെ പെണ്ണുങ്ങൾക്ക് പറയാനുണ്ടോ? ബുയൂത്ത് ഹുന്ന ഹൈറുൻ ലഹുന്ന. അതുകൊണ്ട് തന്നെ എല്ലാവരും പള്ളി വരെ പെണ്ണുങ്ങൾക്ക് പിന്നെ പോയാൽ സുന്നത്തില്ല, പോയാൽ തടയേണ്ടതുമില്ല, പോയാൽ സുന്നത്തില്ല. എന്തുകൊണ്ടാണ് സുന്നത്തില്ലാത്തത്? പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമം. എന്നാൽ പള്ളിയിൽ മാത്രം നമ്മൾ പോവില്ല, നാട്ടിൽ മുഴുവൻ ഇറങ്ങി നടക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ ശരിയാവുന്നത്? പള്ളിയിൽ വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? വീടാണ് ഉത്തമം, വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കാര്യമായി ഒന്നും നേടിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മൾ ഒറ്റപ്പെട്ടാൽ നമ്മൾക്ക് എന്തോ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായി ഒന്നും നേടിയിട്ടില്ല. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയോണ്ടല്ല എല്ലാം കിട്ടുക. ഒറ്റപ്പെട്ടാലേ കിട്ടേണ്ടത്. അള്ളാഹുവുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നത്, ഇബാദത്തിൽ മുഴുകാൻ സാധിക്കുന്നത്, അള്ളാഹുവുമായിട്ടുള്ള നമ്മളെ ബന്ധം ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒക്കെ ഒറ്റപ്പെടുന്ന സമയത്തല്ലേ. അതായത് ഒറ്റപ്പെടാൻ നമുക്ക് അവസരമുള്ള സമയത്ത് ഒറ്റപ്പെടുന്നേ വേണമല്ലോ. അപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു ജോലിക്ക് പോകണം. എന്നാൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങാടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവർക്ക് നല്ലതാണോ? അല്ല. കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് പോരണം. ഒന്നുകിൽ പള്ളിയിൽ പോയല്ലേ വീട്ടിൽ വരിക. ഇതേ പുരുഷന്മാരോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ സ്ത്രീകൾ തീരെ പോകരുത്. ആവശ്യത്തിന് ഭർത്താവ് ഇല്ലാത്ത സാഹചര്യത്തിൽ, നിർബന്ധമായ സാഹചര്യത്തിൽ, ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. അപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇവരെന്നെ പോകേണ്ടി വരും. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല വീട്ടിൽ സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ. അപ്പം ഓർഡർ ചെയ്താലും സാധനം കിട്ടൂല. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് പുറത്ത് പോവാം അത്യാവശ്യങ്ങൾക്ക്. അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരിക്കലും നല്ലതല്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആലോചിച്ചു, വീട്ടിലൊരു ദിവസം ഒരു പെണ്ണ്, ഹദീസുണ്ടല്ലോ, പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ തിരിച്ചു വരുന്നവരെ മലക്കുകൾ അവക്ക് വേണ്ടി ശപിക്കുന്ന ഔക്കമക്കാൽ. അതായത് എന്താ അതൊക്കെ നമ്മൾക്ക് കൊണ്ടുവരുന്ന ആശയം? നമ്മൾ ഒരാൾ അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, നമ്മൾ പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് ആലോചിക്കുക. പുറത്തിറങ്ങുന്നതിന് മുമ്പുള്ള നമ്മൾ ആത്മീയമായ അവസ്ഥ, തിരിച്ചു വന്നതിനുള്ള ആത്മീയമായ അവസ്ഥ, അത് നന്നായിട്ടുണ്ടോ മോശമായിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പുറത്തിറങ്ങുന്നത് നല്ലതാണോ ചീത്തയാണെന്ന് മനസ്സിലാക്കാൻ. ഒരിക്കലും പുറത്തിറങ്ങുന്നത് അത്ര നല്ലതൊന്നല്ല. ആവശ്യത്തിന് മാത്രം. വംശിക് അലൈക ലിസാനക്. അതുകൊണ്ട് നിങ്ങളെ നാവിനെ നിയന്ത്രിക്കണം. വൽ യസ്അക ബൈതുക്. നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിക്കൂടണം. ഇതൊന്നും നമുക്കിപ്പോൾ നമ്മൾക്കതൊക്കെ സംസാരിച്ചാൽ നമ്മളേതോ യൂണിവേഴ്സിൽ ജീവിക്കണ പോലെയാണ്. ഇതൊന്നും ആരോടും പറയാനേ പറ്റില്ല ഇപ്പോഴൊന്നും. പെണ്ണുങ്ങളോട് പോയിട്ട് ആണുങ്ങളോട് തന്നെ പറയാൻ പറ്റില്ല. അവർക്ക് ഏത് ലോകത്താണെന്ന് പറയുക. പുറത്തിറങ്ങുക, അടിച്ചു പൊളിക്ക്, ജീവിതമല്ലേ ലൈഫ്, ഇതൊക്കെ പറഞ്ഞ ലോകം. പക്ഷേ നമുക്ക് ദീൻ പറയണമല്ലോ. ദീൻ പറയല്ല, നമുക്ക് ഓപ്ഷനില്ല. അവിടെ ഇപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും നമുക്ക് വിചാരിച്ച് കാര്യമില്ല. റസൂലുള്ളാഹി ഇങ്ങനെ പഠിപ്പിച്ചത്, ഇതാണ് ദീൻ. അല്ലാതെ ആളുകൾ പറഞ്ഞിട്ട് ആളുകളല്ലല്ലോ നമ്മൾ ഖബറിലും പരലോകത്തും ഒന്നും ഉണ്ടാവുക. റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഇതാണ് ദീൻ. ഇത് കൊണ്ടുവരുന്ന നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. എന്നാൽ ലോകമൊന്നും അങ്ങനെയല്ല. കറങ്ങണം, അടിച്ചു പൊളിക്കണം, ജീവിതം ഒന്നേ ഉള്ളൂ. ആൾക്ക് പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ ബൈക്കൊക്കെ ഇട്ടിട്ട് ഇറങ്ങുക വീട്ടിൽ നിന്ന്, എന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക, മഫ്തിയൊക്കെ ഇട്ടിട്ട് പിന്നെ ലോകം മുഴുവൻ കറങ്ങുക. എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ട്രെൻഡാണ്. പെണ്ണുങ്ങൾ തന്നെ ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങുക, ഈ ലോകം കറങ്ങാനും ചുറ്റി സഞ്ചരിക്കാനും ദൃഷ്ടാന്തങ്ങൾ കാണാമെന്നൊക്കെ പറയാം. എന്തിന്? ഇതൊക്കെ ആരാണ് ദീനിൽ പഠിപ്പിച്ചത്? ദീനല്ലല്ലോ ഒന്നും. അതുകൊണ്ട് ഹൈറും എന്തായാലും ഉണ്ടാവില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ തെറ്റാൻ നമ്മൾ വിലയിരുത്താനൊന്നും പോകണ്ട. ഞാൻ പറയണത്, നമ്മളെ സമയത്തോളം നമ്മൾ ചിന്തിക്കുക, അത് നമുക്ക് വേണോ വേണ്ടേ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ യസഅക ബൈതുക്. നിങ്ങളെ വീട്ടിൽ ഒതുങ്ങിക്കൂടണം എന്നാണ്. പെണ്ണുങ്ങളോട് പ്രത്യേകം പറഞ്ഞ ബുയൂത്തുഹുന്ന ഹൈറുൻ ലഹുന്ന, നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന്. പള്ളിയിൽ വരെ പോകാൻ നിർബന്ധമില്ല, സുന്നത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അവർക്ക് പിന്നെ അതൊരു ഈ പ്രയാസം അവർക്ക് വരണ്ടെന്ന് കരുതിയോണ്ട് മാത്രം. അവർക്ക് അനുഗ്രഹം ശരിക്കും അള്ളാഹു ചെയ്തത്. ആ ലോകത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ.
ഫബക്കൈ അല ഹത്തിയത്തിക്ക്, നിങ്ങൾ നൊലോളിക്കേണ്ട എന്ത് കാരണട്ടാ? നമ്മളിപ്പോഴാണ് നൊലോളിക്കുക? നമ്മളെ പിന്നെ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, നമ്മളെ ജോലി എങ്കിലും പോയാൽ ഇനി നമ്മൾ നൊലോളിക്കൂ? ഫബക്കൈ അല ഹത്തിയത്തി, നമ്മൾ കുറവുകൾ ആലോചിച്ച് അള്ളാഹുവേ തെറ്റ് പറ്റിപ്പോയി, കുറവ് സംഭവിച്ചു പോയി എന്ന് വിചാരിച്ച് നമ്മൾ ആരും കരയാറില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രക്ഷപ്പെടുമെന്ന് വിശ്വാസങ്ങൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ നാവ് നിയന്ത്രിക്കുക, വീട്ടിലൊതുങ്ങി കൂടുക, നിങ്ങൾ കുറവുകൾ ആലോചിച്ചിട്ട് കരയുക. മറ്റുള്ളവരുടെ കുറവുകൾ നോക്കലല്ല, നമ്മളെ കുറവ് നോക്കിയിട്ട് കരയുക. വക്കാല സഹലുബിനു സഅദ് സാഇദി മഹാനവറുകൾ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, മൻ യഖ്ഫുലുലി ബിമാ ബൈന ലഹ്യൈഹി വരിജിലൈഹി, ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ അവരുടെ 2 വായൻ്റെ 2 എല്ലുകളില്ലേ, മുകളിലും താഴത്തെ എല്ലുകൾ, ആ എല്ലുകൾക്കിടയിലുള്ളത്, അതായത് നാവ്, വരിജിലൈഹി 2 കാലുകൾക്കുള്ള ഇടയിലുള്ളത്, അതായത് രഹസ്യമായ അവയവം, താടിയെല്ലുകൾ കിട്ടി, നമ്മളെ താടിയെല്ലിൻ്റെ ഇടയിലുള്ളത്, അതുപോലെ 2 കാലുകൾക്കിടയിലുള്ള രഹസ്യമായ അവയവം, ഇത് 2 ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ, അതായത് അത് 2 സൂക്ഷിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ, തകഫല ലഹു ബിൽ ജന്ന, അവന് ഞാൻ സ്വർഗ്ഗം ഉറപ്പ് നൽകാം. അത് 2 സൂക്ഷിച്ചാൽ, അത് സൂക്ഷിക്കാൻ ഏറ്റവും പ്രയാസം അതിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. വക്കാല സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസങ്ങൾ വീണ്ടും പറഞ്ഞു, മൻ വഖിയ ശർറ മൻ വഖിയ ശർറ കബ്കബിഹി വദബ്ദബിഹി വലഖലഖിഹി ഫഖദ് വജബത ലഹു ജന്ന, ആരെങ്കിലും കബ്കബിൻ്റെയും ദബ്ദബിൻ്റെയും ലഖലഖിൻ്റെയും ഷർറിനെ സൂക്ഷിച്ചാൽ ഫഖദ് വജബത ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാവും. അപ്പം എന്താണത്? നമുക്ക് തോന്നുമല്ലോ, കബ്കബ് എന്താ, ദബ്ദബ് എന്താ, ലഖ്ലഖ് എന്താ? അൽ കബ്കബു പറഞ്ഞാൽ എന്താ? ഹുവൽ ബത്തൻ, അത് നമ്മളെ വയറാണ്. വയറിനെ സൂക്ഷിച്ചാൽ. വദബ്ദബ് അൽ ഫറജ്, ദബ്ദബ് പറഞ്ഞാൽ നമ്മളെ രഹസ്യാവയവമാണ്. ലഖ്ലഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസാൻ, നാവാണ്. വയറും നമ്മളെ രഹസ്യാവയവവും നാവും, ഇത് 3ഉം ഒരാൾ സൂക്ഷിച്ചാൽ അവന് സ്വർഗ്ഗം ഉറപ്പായി. വഹാദിഹി ഷഹവാത്തു സലാസു ബിഹാ യഹ്ലികു അക്സറുൽ ഖൽഖ്, ഈ 3 കാര്യങ്ങളുമാണ് അധിക ആളുകളെ നശിപ്പിക്കുന്നത്. വലിദാലിക ഇസ്തഅൽനാ ബിദിക്രി ആഫാത്തിൽ ലിസാൻ, അതുകൊണ്ടാണ് നമ്മൾ നാവിൻ്റെ സംസാരത്തെക്കുറിച്ച് ഇവിടെ ധാരാളമായി സംസാരിക്കുന്നത്. ലമ്മ ഫറാന ബിദിക്രി ആഫാത്ത് ഷഹവത്തൈനിൽ ബത്തനി വൽ ഫറജ്, അതുപോലെ നമ്മുടെ വയറിൻ്റെയും രഹസ്യ അവയവത്തിൻ്റെയും ഒക്കെ പറ്റിയുള്ള സംസാരങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ നാവിൻ്റെ മുസീബത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം അത് വളരെ വലുതായതുകൊണ്ട്. വഖദ് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, മൻ അക്ബരി മാ യദ്ഖുലുൻ നാസു ജന്ന, എന്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താ? ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖവല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിന് തഖ്വ ചെയ്യലും നല്ല സ്വഭാവവും, ഇത് 2ആണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. കൂടുതലും മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക്, നല്ല സ്വഭാവം ഉണ്ടോ സ്വർഗത്തിലെത്തും, നല്ല തഖ്വ, അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നോ, അള്ളാഹ് പറഞ്ഞ അനുസരിക്കാൻ, അള്ളാഹ് വിലക്കി ഒഴിവാക്കാൻ ശ്രമിക്കുന്നോ, അവൻ സ്വർഗത്തിലെത്തും. അതാണ് കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഫസോയില അൻ അക്ബരി മൻ യുദ്ഖിലുൽ നാർ, ഇങ്ങനെ ചോദിക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്താണ്? അക്കാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അജ്വഫാനി അൽ ഫമു വൽ ഫറജ്, 2 ദ്വാരങ്ങളാണ്. ഒന്ന് നമ്മളെ വായൻ്റെ ദ്വാരം, 2 നമ്മളെ രഹസ്യഭാഗത്തിൻ്റെ ദ്വാരം. ഇത് 2ആണ് നമ്മളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഫലിയഹ്തമിൽ അൻ യകൂനുൽ മുറാദ് ബിൽ ഫമി അൽ ആഫാത്തിൽ ലിസാൻ, ഇവിടെ ഫമ് അതായത് വായൻ്റെ ദ്വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവിൻ്റെ മോശത്തരങ്ങളായിരിക്കാം. കാരണം ലിഅന്നഹു മഹല്ലഹു, കാരണം വായൻ്റെ ദ്വാരത്തിൻ്റെ ഉള്ളിലാണല്ലോ നാവ് കിടക്കുന്നത്. വയഹ്തമിലു അൻ യകൂനുൽ മുറാദു ബിഹി അൽ ബത്തൻ, ചിലപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബത്തൻ, നമ്മൾ വയറാവാം. കാരണം
ലിഅന്നഹു മൻഫൂദുഹു, ഈ വായിലൂടെ ആണല്ലോ വയറിലേക്ക് എത്തുന്നത്. ഫഖദ് ഖാല മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, അവിടുന്ന് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നമ്മൾ സംസാരിച്ചത് കൊണ്ടും നമ്മൾ പിടിക്കപ്പെടുമോ, നമ്മൾ ശിക്ഷിക്കപ്പെടുമോ എന്ന്, നമ്മൾ സംസാരം കൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രസ്വാസങ്ങളോട് ചോദിച്ചു. നമ്മൾ സംസാരം കൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുമോ, അതൊക്കെ വലിയ പ്രശ്നമാണോ എന്നുള്ള രൂപത്തിൽ. കാല പ്രസ്വാസങ്ങൾ പറഞ്ഞു, സഖിൽ തക്ക ഉമ്മക്ക യാ മുആദ്, അതൊരു പ്രയോഗമാണ്. ഉമ്മക്ക് എന്നെ നഷ്ടപ്പെടട്ടെ, അങ്ങനെ പറഞ്ഞെന്താ, കഷ്ടം തന്നെ മുആദ് എൻ്റെ അവസ്ഥ, എനിക്കത് അറിയില്ലേ. എന്ത് ചോദ്യം ചോദിക്കുന്നു, നാവുകൊണ്ട് ഒരാൾ പിടിക്കപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ശിക്ഷിക്കപ്പെടില്ല എന്നാണ് തോന്നുന്നത്. എന്ത് കഷ്ടാണ്. വഹല്ലി യകുബുന്നാസു ഫിന്നാരി അലാ മനാഖിരിഹിം, ഒരാളുടെ മൂക്കുകുത്തി നരകത്തിൽ വീഴുന്നത്, അധികമായൊരു മൂക്കുകുത്തി നരകത്ത് വീഴുന്നത് ഇല്ലാ അസ്വാഇദിൽ അൽസിനത്തിഹിം, അവരുടെ നാവിൻ്റെ ദോഷങ്ങൾ കൊണ്ടാണ്. ആളുകൾ മൂക്കുകുത്തി നരകത്തിൽ വീഴുന്നത് നാവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അധികവും. കാലഫിൽ ബുഗയ, അടുത്ത ലൈൻ്റെ വിശദീകരണം, അൽ മർഉ ഫീ ദീനി കരീനിഹി അൽ ഹമീം ഇൻ സാലിഹൻ ഫസാലിഹു ഐൻ ബഹീം. കാലഫിൽ ബുഗയയിൽ പറയുന്ന മാനസുഹു, ഈ വരികൾ ബുഗയത്തുൽ മുസ്തഫീദിൽ പറയുന്നുണ്ടെന്ന് അർത്ഥം. അലം, നിങ്ങൾ അറിയണം, അന്ന ദറജത്തൽ സുഹബത്തി വൽ ഉഖ്വത്തി ഇൻദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല ആളുകളെ സഹവസിക്കലും നല്ല കൂട്ടുകെട്ടുണ്ടാക്കലും എന്ന് പറയുന്നത് ദർജത്തുൻ ഷരീഫ്, അത് വലിയ മഹത്വമേറിയ ദർജയാണ്. മർത്തബത്തുഹ മിന ത്വരീഖൈ മർത്തബത്തുൻ സാമിയത്തുൻ മുനീഫത്തുൻ, ഈ ത്വരീഖത്തിൽ അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് വലിയ മഹത്വമേറിയ ഒരു കാര്യമാണ്, ഉന്നതമായ മഹത്വമാണ് അതിനുള്ളത്. ഫഖദ് ഇഖ്താറഹ വറഗബ ഫീഹ വആസാറഹ, അതിനെ ആളുകൾ തിരഞ്ഞെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളതിനേക്കാൾ അതിന് പ്രാധാന്യം നൽകുകയോ ചെയ്തിട്ടുണ്ട്. ജംഉം മിന സലഫ് സ്വാലിഹിങ്ങളായ മുൻകഴിഞ്ഞ ആളുകളിൽ നിന്നുള്ള ഒരു കൂട്ടം അതിനെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തുള്ള സൂഫിയാക്കന്മാരിൽ നിന്നൊക്കെ ഉള്ളൊരു അധിക പേരും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കാവുന്നതാണ് നല്ലത്, ജനങ്ങൾ കൂടെ ആവണ്ടെന്നാണ്. എന്നാൽ അതിലും ഒരു കൂട്ടം അതിനെ തിരഞ്ഞെടുത്തിരുന്നു, നല്ല കൂട്ടുകെട്ടാണ് ഒറ്റക്കാവുന്നതിനേക്കാൾ നല്ലത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഏതുപോലെ ചില സൂഫിയാക്കന്മാർ കല്യാണം കഴിക്കുന്നതാണോ കഴിക്കാതിരിക്കലാണോ ഏറ്റവും നല്ലതെന്ന് ചർച്ച ചെയ്തതുപോലെ, ഒരു വിഭാഗം പറഞ്ഞു കഴിക്കാത്തതാണ് നല്ലത്, ഒരു വിഭാഗം പറഞ്ഞു കഴിക്കുന്നതാണ് നല്ലത്. അതേപോലെ സ്വാലിഹീങ്ങളെ കൂടെ ആവുന്നതാണോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഇബാദത്തിലായി നടക്കുന്നതാണോ നല്ലത് എന്നതും ചർച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചർച്ചയിൽ ആദ്യകാലത്തുള്ള സലഫു സാലിഹീങ്ങളിൽ ഒരു കൂട്ടം പറഞ്ഞത് സാലിഹീങ്ങളെ കൂടെ ആവുന്നതാണ് നല്ലത് ഒറ്റയ്ക്ക് ഇബാദത്തിലായി മുകുന്നതിനേക്കാളും. എന്നാലോ വതാബാഹും അലാ ദാലിക ജമ്മുൽ ഗഫീർ, ആ പറഞ്ഞ ആളുകളെ പിൻപറ്റിയിട്ടാണ് ഭൂരിപക്ഷവും പിന്നിൽ വന്ന ആളുകൾ പിന്നെ അഭിപ്രായപ്പെട്ടത്. ഏതുപോലെ കല്യാണത്തിനെ പറ്റി പറഞ്ഞ പോലെ ആദ്യകാലത്തുള്ള ഉലമാക്കൾ കല്യാണം കഴിക്കാത്തത് നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട്, കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട്. പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ, സൂഫിയാക്കന്മാർ, ആരിഫീങ്ങളൊക്കെ ഈ കഴിക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായത്തെ തിരഞ്ഞെടുത്തവരായിരുന്നു. അതുപോലെ ജനങ്ങൾ കൂടെ ആയിട്ട് അവരോട് നസീഹത്തിലായി അവരെ നല്ല ആളുകളെ സഹവസിച്ച് അങ്ങനെ നടക്കലാണോ നല്ലത്, ഒറ്റയ്ക്ക് ഇബാദത്തിലായി ജീവിക്കലാണോ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യകാലത്തുള്ളവർ രണ്ട് കൂട്ടറായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്തുള്ള ആരിഫീങ്ങൾ കൂടുതൽ തിരഞ്ഞെടുത്ത ഏതാണ്, ജനങ്ങളെ കൂടെ സാഹോദര്യത്തിലായി നിലനിന്ന് ജീവിക്കലാണ് നമ്മൾ ആത്മീയമായ ഉന്നതിക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ഈവൻ നമ്മൾ ത്വരീക്കത്തും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ത്വരീക്കത്തിൽ നിർബന്ധമാണത്. അതുകൊണ്ടാണ് നമ്മൾ ജമാഅത്തിലാവുന്നത്, അതുകൊണ്ടാണ് നമുക്ക് വദീഫയും ഹൈലയും ഒക്കെ ജമാഅത്തായി ചൊല്ലണം എന്ന് പറയുന്നത്. ഒറ്റപ്പെടുന്ന നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മിനൽ ജമാഅത്തുൽ ഖലഫ്, പിൽക്കാലത്തുള്ള ആളുകൾ കൂടുതൽ ആളുകൾ അതിനെ തിരഞ്ഞെടുത്തു. വമിമ്മ ഇസ്തനദ്ദൂ ലഹു ഫീമാ ദഹബൂ ഇലൈഹി മിനൽ ഇഖ്തിയാരിഹ ഇസ്തഅനസൂ ബിഹി ലിമാ ഇഅ്തമദൂഹു മിൻ ഈസാരിഹ, അവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അവർ അതിന് കണ്ടെത്തിയ തെളിവ്, അതിൻ്റെ സനദ്, മാ റഊ മിൻ അന്നല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതാണ്, മന്ന അല അഹ്ലിൽ ഈമാൻ,
ഈമാനിന്റെ അഹരികാരെ അള്ളാഹു ബഹുമാനിച്ചത്, അള്ളാഹു അനുഗ്രഹിച്ചത് ഹൈസു ജഅലഹും ഇഖ്വാനൻ, അവരെ ഇഖ്വാനിങ്ങളാക്കി വെച്ചിട്ട്. അപ്പോൾ ഈ ആളുകൾ നല്ല ഇഖ്വാനിങ്ങളെ കൂടെ ആവുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്താണത്? ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനൻ, അള്ളാഹു തആല അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അവരെ ഇഖ്വാനികളാക്കി എന്ന് പറയുന്നുണ്ട്. അൻസാരിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അവരാദ്യം ശത്രുക്കളായി നിന്നവരായിരുന്നു. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് അവരെ ഇഖ്വാനികളാക്കി നിർത്തി. അപ്പോൾ അവിടെ അള്ളാഹു ഇഖ്വാനികളാക്കി നിർത്തി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇഖ്വാനികളാവലാണ് നല്ലത്, ഒറ്റക്ക് ഇബാദത്ത് ഇഖ്വാനികളായി നിൽക്കലാണ് ഏറ്റവും നല്ലത് എന്ന്. വഖാല സുബ്ഹാനഹു തആല, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന, അള്ളാഹു തആലയാണ് അവന്റെ വിജയം കൊണ്ടും മുഅ്മിനീങ്ങളെ കൊണ്ടും അള്ളാഹു തആലയാണ് നിങ്ങളെ സഹായിച്ചത്. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അതുപോലെ അവരുടെ ഇടയിൽ അവരുടെ ഹൃദയങ്ങൾ ഇണക്കി ചേർത്തതും അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഹൃദയങ്ങളെ ഇണക്കി ചേർത്തു, മുഅ്മിനീങ്ങളെ ഒരു ഒറ്റക്കെട്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെയും അള്ളാഹു ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഫഖദ് ദല്ലത്ത് ഹാദിൽ ആയാത്തുൽ കരീമ അലാ അൻ, ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത് അലാ അന്ന സുഹബത്ത വല്ലുഹുവത്ത, സാലിഹീങ്ങളുമായി മഹത്തുക്കളുമായി സഹവാസത്തിലാവുന്നതും നല്ല ഇഖ്വാനിങ്ങളുടെ ബന്ധമുണ്ടാക്കുന്നതും മിന്നത്തുൻ അലീമത്തുൻ വനിഅമത്തുൻ ജസീമ, അത് ഏറ്റവും ഉന്നതമായ ഏറ്റവും മഹത്തരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണെന്നാണ്. ഇംതൻ അല്ലാഹു തആല ബിഹ, അള്ളാഹു അവനെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളിൽ അലാമൻ ഷാ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, അവന്റെ മുഅ്മിനീങ്ങളിൽ അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവരെ അള്ളാഹു ഇഖ്വാനികളായി ഒരുമിച്ച് നിർത്തി എന്നത്. മുതഹാബീന ഫീ ജലാലിഹി, അവന്റെ ജലാലിൽ അവനിൽ അള്ളാഹു അവനെ സ്നേഹിക്കുന്നവരായിട്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത്. വൽ മുതവാഖീന ഫീ തലബി മർളാതിഹി, അവന്റെ തൃപ്തിയെ തേടിക്കൊണ്ട് അവർ ഇഖ്വാനികളായി കഴിഞ്ഞത്. വഉസൂലി ഇലാ ഹളറത്തി കമാലിഹി, അള്ളാഹിന്റെ പരിശുദ്ധമായ പരിപൂർണതയിലേക്ക് യാത്ര ചെയ്യാൻ ഇഖ്വാനികളായി അവർ യാത്ര ചെയ്തത്, അതിലേക്ക് അവർ എത്തിച്ചേർന്നത്. ഇതൊക്കെ അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ടിൽപ്പെട്ടതാണ്. ഈ ആയത്തുകളിൽ ഉണ്ട് വഫീദാലിക്ക കമാല വഫ, നമുക്ക് മറഞ്ഞൊരു കാര്യമൊന്നുമല്ല. ആയത്തിൽ ഹസ്യ അലൈഹ, ഇതിലേക്കുള്ള വലിയ പ്രോത്സാഹനവും വതറഈബി ഫീഹ വനദ്ബി ഇലൈഹ, ഈ ഒരു കാര്യത്തിലേക്കുള്ള വലിയ പ്രോത്സാഹനവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രചോദനമൊക്കെ ഈ കാര്യത്തിലുണ്ട് എന്നത് ഇതിൽ മറഞ്ഞ കാര്യമൊന്നുമല്ല എന്ന്. വഖദ് ദല്ലത്ത് സുന്നത്തുൽ മുതഹറ അലാ ദാലിക ഐദൻ, ഇതിപ്പോൾ ഖുർആനിൽ നിന്നുള്ള തെളിവല്ലേ പറഞ്ഞത്. ഖുർആനിൽ ഈ ആയത്തിലൂടെ പറയുന്നത് നിങ്ങൾ ഇഖ്വാനികളാവണമെന്നും ഇഖ്വാനിങ്ങൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ജമാഅത്തിലാവുന്നതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ടെന്നും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എന്നാൽ ഹദീസിലും അതിൽ തെളിവുണ്ട്. വഫീ ദുററുൽ മൻസൂറിൽ വന്നിട്ടുണ്ട്, അഖ്റജ ഇബ്നു മർദവൈ റളിയല്ലാഹു അൻഹു നിന്ന് അൻ സഈദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇൻഖതഅത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങളൊക്കെ മുറിക്കപ്പെടും. വഖല്ലത്തിൽ അസ്ബാബ്, ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടും. വദഹബത്തിൽ ഉഹുവത്തു, അതുപോലെ തന്നെ സാഹോദര്യ ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടാവും. ഇല്ലാ ഉഹുവത്ത ഫില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടിയുള്ള സാഹോദര്യ ബന്ധം ഒഴികെ. അപ്പോൾ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, ഇതും അതിനുള്ള തെളിവാണ്. ഖിയാമത്ത് നാളിൽ എല്ലാ കുടുംബ ബന്ധവും മുറിയും, എല്ലാ സൗഹൃദങ്ങളും മുറിയും. അവിടെ ഒരൊറ്റ ബന്ധത്തിന് മാത്രമേ പ്രസക്തി ഉണ്ടോ, അതെന്താണ്? അള്ളാഹുവിന് വേണ്ടി സഹോദരന്മാരായവർ മാത്രം അവർ മാത്രമേ നാളെ പരലോകത്ത് ആ ബന്ധം മാത്രമേ ബാക്കിയാവുള്ളൂ, ബാക്കിയൊക്കെ മുറിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ തുരീക്കത്തിൽ സഹോദരന്മാരാവണമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നത്. എന്തിനാണ്? ഈ ഒരു കാര്യം മാത്രമേ പരലോകത്ത് നിലനിൽക്കുള്ളൂ എന്ന് കാരണം കൊണ്ടാണ്. വേറൊന്നും നിലനിൽക്കൂല, ഇത് മാത്രം നിലനിൽക്കൂ, ബാക്കിയൊക്കെ അള്ളാഹു മുറിച്ച് കളയും. വദാലിക ഖൗലുഹു സുബ്ഹാനഹു വതആല, ഈ വാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ആയത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്താണത്?
അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ ഇല്ലൽ മുത്തഖൂൻ. അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ ഇല്ലൽ മുത്തഖൂൻ. അതായത് ഉറ്റ മിത്രങ്ങൾ ഉണ്ടല്ലോ, ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖലീലായി നല്ല ഉറ്റ മിത്രങ്ങളായി നിൽക്കുന്ന മിത്രങ്ങൾ വരെ ബഅദുഹും ബഅദുൻ അദുവ്വൻ, ആ ദിവസം എന്തായിരിക്കും? ശത്രുക്കളായിരിക്കും. ഈ ദുനിയാവിൽ ഉറ്റ മിത്രങ്ങളായി നടന്നിരുന്ന, അടയും ചക്കരയായി നടന്നിരുന്ന ആളുകൾ നാളെ പരലോകത്ത് ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ ഒഴികെ. മുത്തഖീങ്ങൾ മാത്രമേ അവിടെ അങ്ങനെ ആവാത്തുള്ളൂ. അതന്നെയാണ് ഈ ഹദീസിലും പറഞ്ഞത്. എന്ത്? ഈ അള്ളാഹുവിന് വേണ്ടിയുള്ള സാഹോദര്യം ഒഴികെ ബാക്കിയൊക്കെ നാളെ മുറിക്കപ്പെടും എന്ന് പറഞ്ഞത് ഇതേ ആശയത്തിലാണ്. വഫി വസീയത്ത് സയ്യിദിന ഉമർ ഫാറൂഖ്, അതുപോലെ തന്നെ സയ്യിദിന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വസീയത്തിലുണ്ട് അൽ മുസന അലൈ. എങ്ങനെയുള്ള ഉമർ ഫാറൂഖാണ്? ആ മഹാനവരെ കുറിച്ച് പ്രകീർത്തിക്കപ്പെട്ടു. ബി അന്നൽ ഹഖ യൻതിഖു അലാ ലിസാനി ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളിലൂടെ ഹക്ക് സംസാരിക്കും, ഹക്ക് സുബ്ഹാനഹു തആല സംസാരിക്കും എന്ന വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഅമൂർ ഇഖ്തിദായി ഫി ബിഹി ഫി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റസൂലുള്ളാഹിങ്ങൾ നമ്മോട് പിന്തുടരാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആരെ? ഇഖ്തദൂ ബില്ലദീന മിൻ ബഅദി അബീബക്കർ ഉമർ. എനിക്ക് ശേഷങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും പിന്തുടരണം എന്ന് റസൂലുള്ളാഹിങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഹക്ക് ഉമർ റളിയല്ലാഹുവിലൂടെ സംസാരിക്കും, എനിക്ക് ശേഷങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനെ ഉമർ റളിയല്ലാഹുവിനെ പിന്തുടരണം എന്ന് പറഞ്ഞതിൽപ്പെട്ട ഉമർ റളിയല്ലാഹു തങ്ങൾ പറയുന്നു. എന്താ പറഞ്ഞു? ഫഖാല, മഹാനവുകൾ പറഞ്ഞു, അലൈക ബി ഇഖ്വാനി സിദ്ഖ്. നിങ്ങൾ സിദ്ഖുള്ള, ആത്മാർത്ഥതയുള്ള, ഹക്കിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇഖ്വാനിങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. തഐശു ഫി അക്നാഫിഹിം. നിങ്ങൾ അവരുടെ തണലിലായിട്ട് നിങ്ങൾ ജീവിക്കണം. അങ്ങനത്തെ ഇഖ്വാനിങ്ങളെ തണലിലായിട്ട് നിങ്ങൾ ജീവിക്കണം. അവരുടെ സംരക്ഷണത്തിലായി നിങ്ങൾ കഴിയണം. ഫൈന്നഹും സീനത്തും ഫിർ റഹാ വഉദ്ദത്തും ഫിൽ ബലാ. ഫൈന്നഹും, കാരണം അവരാണ്, സീനത്തും ഫിർ റഹാ, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ, നിങ്ങൾക്ക് റാഹത്തുണ്ടാവുമ്പോൾ, സമാധാനം ഉണ്ടാവുമ്പോൾ അവർ നിങ്ങൾക്കൊരു സൗന്ദര്യമാണ്. വഉദ്ദത്തും ഫിൽ ബലാ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, പരീക്ഷണം ഉണ്ടാവുമ്പോൾ അവർ നിങ്ങൾക്കൊരു സഹായിയുമാണ്. അപ്പോൾ അങ്ങനത്തെ ഇഖ്വാനിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ തണലിലായി നിങ്ങൾ കഴിയണം എന്ന് പറഞ്ഞത് സയ്യിദിന ഉമർ റളിയല്ലാഹു അൻഹു. സുമ്മഖാൽ, പിന്നെ രചയിതാവ് പറയാണ്, റവാഫിൽ അവാരിഫ്, അവാരിഫുൽ മാരിഫ് വന്നിട്ടുണ്ട്. ബി സനദി ഇല അബിൽ ഖാസിം അൽ ഖുശൈരി. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്കുള്ള സനദ് വഴി അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, സമയത്ത് അബാ അബ്ദുറഹ്മാൻ സുലമി, അബാ അബ്ദുറഹ്മാൻ സുലമി എന്നോട് പറഞ്ഞു, യഖൂൽ, അദ്ദേഹം പറഞ്ഞു, സമയത്ത് അബ്ദുല്ലാഹ് ബിൻ മുഅല്ലിം, അദ്ദേഹത്തിനോട് അബ്ദുല്ലാഹ് ബിൻ മുഅല്ലിം പറഞ്ഞു, യഖൂൽ, അദ്ദേഹം പറഞ്ഞു, സമയത്ത് അബൂബക്കർ അത്തംസ്താനി, അദ്ദേഹത്തിനോട് അബൂബക്കർ തംസ്താനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യഖൂൽ, അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇസ്ബഹു മഅല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് കൂടെ സഹവാസത്തിലാവണം. ഫഇല്ലം തുതീഖൂ, നിങ്ങൾക്ക് അങ്ങനെ സഹവാസത്തിലാവാൻ പറ്റുന്നില്ലേ, നിങ്ങൾ അള്ളാഹിൻ്റെ കൂടെ ആവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ഫസ്ബഹു മഅമൻ യസ്ബഹു മഅല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹവാസത്തിലായി കഴിയുന്നവരോ കൂടെ സഹവസിക്കണം. നമുക്കറിയാം, എപ്പോഴും അള്ളാഹുവുമായി ബന്ധപ്പെടുന്ന അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആവാൻ നിങ്ങൾക്ക് സാധിക്കണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അത് അവരോട് കൂടെ, അങ്ങനത്തെ അള്ളാഹുവിനോട് കൂടെ സഹവസിക്കുന്ന അങ്ങനത്തെ ആരിഫീങ്ങളെ കൂടെ നിങ്ങൾ സഹവസിക്കണം. എന്തിനാ? ലി തൂസിലുക്കും ബറകത സുഹബത്തിഹി, കാരണം അങ്ങനത്തെ ആളുകളുടെ സുഹബത്തിൻ്റെ, അവരോടുള്ള സഹവാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയാണ്. ലാ സുഹബത്തില്ല, അള്ളാഹുവിൻ്റെ സുഹബത്തിലായിട്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഇങ്ങനത്തെ ആളുകളെ സുഹബത്തിലായി കഴിയണം. ആരെ? അള്ളാഹുവിലേക്ക് എപ്പോഴും ബന്ധമുള്ള അള്ളാഹിൻ്റെ ആരിഫീങ്ങളെ സുഹബത്തിലായി കഴിയണം. എന്തിനു വേണ്ടിയാ? അവരുടെ സുഹബത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ മാരിഫത്തിൻ്റെ ആ സാമീപ്യം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഉറവിയ ഫി ഐദൻ, അതുപോലെ തന്നെ ആ മഹാനവകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു, ബിസനദിയില ഷെയ്ഖ് അബി ജാഫർ അൽ ഹദ്ദാദ്, അബി ജാഫർ അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്കുള്ള സനദ് വഴി റഹിമഹുല്ലാഹ് അന്നഹു സമിയ, അദ്ദേഹം കേട്ടു, അഷെയ്ഖ് അലി ബിൻ സഹൽ യഖൂൽ, ഷെയ്ഖ് അലി ബിൻ സഹൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതായിട്ട്.
അദ്ദേഹം പറഞ്ഞു, അൽ ഉൻസു ബില്ലാഹ്, അള്ളാഹുവുമായിട്ടുള്ള ഉൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സ്നേഹത്തിൻ്റെ അടുപ്പത്തിന്, സ്നേഹത്തിൻ്റെ സാമീപ്യത്തിനാണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പറയും ഇൻറ്റിമസി എന്നൊക്കെ പറയണ പോലെ, അതൊരു പ്രണയത്തിൻ്റെ ഒരു സാമീപ്യം ഉണ്ടാവുമല്ലോ. സാധാ അടുപ്പല്ല, പ്രണയം കൊണ്ടൊരു അടുപ്പം, അതിനാണ് ഉൻസ് എന്ന് പറയാം, സ്നേഹ സാമീപ്യം. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി, അള്ളാഹുമായിട്ടുള്ള ആ ഒരു സ്നേഹ സാമീപ്യം, ഐ യസ്തൗഹിഷ മിനൽ ഖൽഖ്, അതെന്ത് ചെയ്യും? ഐ യസ്തൗഹിഷ മിനൽ ഖൽഖ്, അള്ളാഹുമായിട്ടുള്ള സ്നേഹ സാമീപ്യം നിങ്ങളെ സൃഷ്ടിയിൽ നിന്ന് അകറ്റിക്കളയും. ഇല്ലാ മിൻ അഹ്ലി വിലായത്തില്ല, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരോട് അല്ലാതെ ബാക്കിയുള്ളവരോട്. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവുമായിട്ടുള്ള ഭയങ്കരമായ ആ സ്നേഹത്തിൻ്റെ, ആ പ്രണയത്തിൻ്റെ തീവ്രത നിങ്ങൾക്കുണ്ടോ? നിങ്ങളറിയാതെ അള്ളാഹുവിൻ്റെ ആളുകളല്ലാത്ത ആളുകൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായി മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അത്ര പ്രണയം ഇല്ലയെന്നർത്ഥം. പ്രണയം ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മറ്റൊന്ന് മാറിയിട്ടുണ്ടാവും. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരോട് മാത്രമേ നമുക്ക് ബന്ധം ഉണ്ടാവുള്ളൂ. പിന്നെ ഫൈനൽ ഉൻസ ബിഅഹ്ലി വിലായത്തില്ല, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരോടുള്ള ആ സ്നേഹ സാമീപ്യം എന്നത് ഹുവ ഉൻസു ബില്ലാഹ്, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള സാമീപ്യം തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹ സാമീപ്യം, ആ ഒരു ഭയങ്കരമായ ഒരു റൊമാൻറ്റിക്കായ ഒരു സാധനം ഉണ്ടല്ലോ, അള്ളാഹുമായിട്ടുള്ള ഭയങ്കരമായ തീവ്രമായ പ്രണയത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതില്ലാത്ത ആളുകളെ തൊട്ടൊക്കെ നിങ്ങൾ മാറിക്കളയും. നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. കാരണം അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുള്ള സ്നേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. അതല്ലാത്ത ആളുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ അകൽച്ചയെ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല അവിടെ. അവരുമായിട്ട് നമ്മൾ അടുപ്പെങ്കിൽ നമുക്ക് അള്ളാഹുമായിട്ടുള്ള പ്രണയത്തിന് പ്രസക്തി ഇല്ല എന്നർത്ഥം. പ്രണയത്തിലേക്ക് നമ്മൾ പോവില്ല. ഇപ്പം നമ്മളൊരു പെൺകുട്ടീനെ സ്നേഹിച്ചു എന്ന് കരുതുക, ആ പെൺകുട്ടി ഇഷ്ടമില്ലാത്ത സ്ഥലത്താണ് നമ്മളെന്നും. അങ്ങനെയാണ് പിന്നെ അവളെ സ്നേഹിക്കുന്നതിൽ എന്തോ പ്രസക്തിയുള്ളത്? അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെ വെറുക്കുന്ന, അവളെ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. അതിനുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ അള്ളാഹുവുമായി സ്നേഹിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് അള്ളാഹുവിനെ തൊട്ട് നമ്മൾ ഓർമ്മിപ്പിക്കാത്ത, അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാത്ത സൃഷ്ടികളുമായി നമ്മൾ അകൽച്ച പാലിക്കും എന്നുള്ളത്. വദക്കറ ഫീഹ ഐളൻ, അതുപോലെ തന്നെ അതിൽ വീണ്ടും പറയുന്നുണ്ട്, ഇന്നല്ലാഹു തആല ഔഹാ ഇലാ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല വഹീ ഇറക്കി. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രത്യേകത, ദാവൂദ് നബി അലൈഹി സ്വലാം എപ്പോഴും ഒറ്റപ്പെട്ടിങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര ഒറ്റപ്പെടലിനെ ഇഷ്ടമായ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ ദാവൂദ് നബി അലൈഹി സ്വലാമിനെ ശ്രീബുദ്ധനുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാറുണ്ട്. അള്ളാഹു ആലം. പക്ഷെ എന്നാലും ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഞാൻ ആ താരതമ്യം പറഞ്ഞത്? ശ്രീബുദ്ധൻ്റെ ഒക്കെ ഒരു മനസ്സിൽ നമുക്ക് വരുന്നൊരു ചിത്രം ഉണ്ടല്ലോ, ഇപ്പോൾ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു ആളായിരുന്നല്ലോ. അതേപോലെ എന്ന് പറയാൻ പറ്റില്ല, നമുക്കറിയില്ലല്ലോ എന്താ യാഥാർത്ഥ്യം. എന്നാലും നമ്മൾ മനസ്സിലേക്ക് പിക്ചർ വരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് സൃഷ്ടികളിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അള്ളാഹു ദാവൂദ് നബി അലൈഹി സ്വലാമിനെ വഹി അറിയിച്ചു, യാ ദാവൂദ്, അല്ലേ യാ ദാവൂദേ, മാലി അറാക മുൻതബിദൻ വഹദാനിയൻ, നീ എന്താണ് നിന്നെ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ മാറി നിന്നിങ്ങനെ ഒറ്റക്ക് തനിച്ചായി നിൽക്കുന്നതിന് കാണുന്നുണ്ടല്ലോ, എന്താ എൻ്റെ അവസ്ഥ? നിങ്ങളെന്താണ് ഒറ്റക്ക് മാറി നിൽക്കുന്നത്? ഒറ്റക്ക് മാറി നിന്നിങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന എന്തിനാ? വഖാല ഇലാഹി, എൻ്റെ യജമാനനെ, കലൈതൽ ഖൽഖ മിൻ അജ്ലിക്, ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ജനങ്ങളോട്, സൃഷ്ടിയോട് മൊത്തം എനിക്കൊരു നീരസം വരാൻ തുടങ്ങി. അതായത് എനിക്കിങ്ങനെ സമൂഹത്തിലാവാൻ വലിയ ഇഷ്ടം വരുന്നില്ല. നമുക്ക് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു സംഭവവികാസമാണത്. നമ്മൾക്ക് അള്ളാഹുവുമായി അടുക്കുമ്പോൾ ഇങ്ങനെ പബ്ലിക് ആവുന്നത് വലിയൊരു ഇഷ്ടമില്ലാത്തൊരവസ്ഥ. അതിനർത്ഥം പബ്ലിക് ആവണ്ടെന്നല്ല. അപ്പോൾ ഇഷ്ടമില്ലാത്ത അവസ്ഥയ്ക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഉള്ളിലുണ്ടാവുക. എന്നാൽ നിർബന്ധിത സാഹചര്യത്തിൽ നമ്മൾ ഇഷ്ടമാവും, പോകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പള്ളിയിൽ പോകേണ്ടി വരും, ഒരു ദിക്ർ മജ്ലിസിൽ പോകേണ്ടി വരും, അത്യാവശ്യമായ ആളുകളെ സംസാരിക്കേണ്ടി വരും, ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് പോകാൻ നിർബന്ധമായ ഒരു ക്ഷണം നമ്മൾ സ്വീകരിച്ച് നമ്മൾ ചിലപ്പോൾ പോകേണ്ടി വരും.
എന്നാൽ നമുക്കത് ഭയങ്കര ഇഷ്ടമൊന്നും ആവില്ല. നമ്മളതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന അവസ്ഥയിലൊന്നും ആവില്ല. നമ്മളിപ്പോൾ കൂടുതലും തനിച്ചാവാനാണ് ഇഷ്ടപ്പെടുക. എന്നാൽ നമ്മൾ പബ്ലിക് ആവേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അതേപോലെ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്താ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്കിങ്ങനെ ഒറ്റക്കാവണത് ഇഷ്ടമാവണോ, വേറൊന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ല, മറ്റു സൃഷ്ടികളോടൊക്കെ എനിക്ക് അനിഷ്ടം വരണോ, ഒരു 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 സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഫൗഹല്ലാഹു ഇലൈഹി, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബി അലൈഹി സ്വലാമിന് വഹി ഇറക്കി. യാ ദാവൂദ്, അല്ലയോ ദാവൂദേ, കുൻ യഖ്ലാനൻ, നീ ഉണരൂ, എഴുന്നേൽക്ക്, പെട്ടെന്ന് ഞെട്ടി നീക്കി. വർത്തദ്ദ ലിനഫ്സിക ഇഖ്വാനൻ, നിന്റെ നഫ്സിന് വേണ്ടി നീ കുറച്ച് ഇഖ്വാനിങ്ങളെ ചേർത്ത് പിടിക്കുക. അല്ലാതെ ഒറ്റക്കാവുന്ന അവസ്ഥ ഒഴിവാക്ക്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാം, എനിക്കത് ഇഷ്ടം, ഞാൻ വേറെ നിരക്ക് പോകും, അങ്ങനല്ല. നീ ഒറ്റക്കായിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള നല്ല ഇഖ്വാനിങ്ങൾ നീ കണ്ടുപിടിക്കുക. കുറച്ച് പേരെ, ഒരുപാടും വേണമെന്നില്ല, കുറച്ച് പേരെ നീ കണ്ടുപിടിക്കുക. വകുല്ലി ഹിദ്നിൻ ലാ യുആഫിഉക അലാ മുസറത്തി ഫലാ തസ്ഹബുഹു, ഏതൊരു സുഹൃത്താണോ ഞാൻ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത്, അവരെ നീ എന്ത് ചെയ്യരുത്, അവരെ നീ ചേർത്ത് പിടിക്കരുത്, അവരുമായിട്ട് നീ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. ഫലാ തസ്ഹബുഹു, അവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുത്. അതായത് നീ കുറച്ച് കൂട്ടുകാരെ കണ്ടുപിടിക്കുക, ഇഖ്വാനിങ്ങൾ കണ്ടുപിടിക്കുക, അവരെ കൂടെ ആയിക്കോ, കുഴപ്പമില്ല, നല്ല കാര്യമാണത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഭാഗത്ത് ചെയ്യല്ല, അത് ഒഴിവാക്കിയിട്ട് കുറച്ച് കൂട്ടുകാരെ കൂടെ ആയിക്കോ. പക്ഷേ കുല്ലു ഹിദ്നി, ഏതൊരു കൂട്ടുകാരാണോ ലാ യുവാഫിഉക അലാ മസറത്തി, ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത്, ഫലാ തസ്ഹബു, അവരായിട്ട് നീ കൂട്ടുകൂടല്ലേ. നമ്മൾ ആലോചിക്കുക, നമ്മൾ ആരെ കൂടെ കൂട്ടുകൂടുന്നത്? നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെയാണോ, അല്ലെങ്കിൽ വെറുതെ ഹ ഹ ഹ എന്ന് പറയാനോ തിന്നാനും മാത്രം കൂട്ടുകൂടുന്നതാണോ? ചിന്തിക്കുക. അങ്ങനത്തെ ആൾക്കാരെ അള്ളാഹുമായിട്ട് ഇഷ്ടപ്പെടുന്ന അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെയാണ് ഓരോ കൂട്ടുകൂടിക്കോ. അല്ലാത്തവരാണോ ഫലാ തസ്ഹബു, അവരായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുത്. ഫൈന്നഹു ലക അദുവ്വൻ, കാരണം അവർ നിനക്ക് ശത്രുവാണ്. എന്ത് ശത്രുത? ആ ശത്രുത കൊണ്ട് നിനക്ക് എന്താ ഉണ്ടാവുക? യുക്സി കൽബക്, നിന്റെ ഹൃദയം ഉണ്ടല്ലോ അത് കട്ടിയായിപ്പോവും അവർ കൂടെ കൂടിയാൽ. ഫയുബായിദുക മിന്നി, എന്നിൽ നിന്ന് എന്നെ അകറ്റുകയും ചെയ്യും. അവർ കാരണം നമ്മൾ ഹൃദയം കട്ടിയാവും, എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും ചെയ്യും. അങ്ങനത്തെ കൂട്ടുകെട്ട് വേണ്ട. ഒറ്റപ്പെടുന്നതിനേക്കാൾ നല്ല കൂട്ടുകെട്ടാണ്. പക്ഷെ ആ നല്ല കൂട്ടുകെട്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലുള്ള കൂട്ടുകെട്ടാവണം. അല്ലാത്ത കൂട്ടുകെട്ട് ഒഴിവാക്കിക്കളാ. കാരണം അങ്ങനത്തെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഹൃദയത്തിനെ കട്ടിയാക്കും, എന്നിൽ നിന്നെ അകറ്റിക്കളയും. വലിഹാദ ഖാനത്ത് സുഹബത്തു അസ്സദാഖത്തു ഇൻദൽ അഹ്റാർ, അതുകൊണ്ടാണ് മഹാന്മാരുടെ ഇടയിൽ സാലിഹീങ്ങളോടുള്ള സുഹബത്തും അവരോടുള്ള ചങ്ങാത്തവും യുറാ ലഹാ മിനൽ ഹുഖൂഖ് മാ യുറാ ലിൽ ഉഖുവത്തിൻ നസബ്, നമ്മളെ രക്തബന്ധത്തിനോട് നമുക്കുള്ള കടമകളൊക്കെ പോലെ കടമയുള്ളതായി മാറുന്നത്. മഹാന്മാരുടെ അടുക്കൽ നമ്മൾ സുഹബത്തിലായി കഴിയുന്ന ഇഖ്വാനിങ്ങളുണ്ടല്ലോ, ആ ഇഖ്വാനിങ്ങൾക്ക് നമ്മളെ സഹോദരങ്ങളെക്കാളും, നമ്മൾ രക്തബന്ധത്തിലുള്ള സഹോദരൻ്റെ അത്ര അവകാശമുണ്ട് എന്ന് പറയുന്നത് ആ കാരണം കൊണ്ടാണ്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇഖ്വാനിങ്ങൾ. അലാമാഖീല, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, അസ്സദാഖത്തു ലുഹ്മത്തുൻ കൽ ലുഹ്മത്തൻ നസബ്, നമ്മളെ രക്തബന്ധം പോലെ തന്നെയാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള സൗഹൃദ ബന്ധവും. എന്നിട്ട് ശേഖറുകൾ പറയാണ് ബലിൽ ഹക്ക്, പക്ഷേ യഥാർത്ഥത്തിൽ ശരി എന്താ അറിയോ, അന്നഹ ഐനി അസ്സദാഖത്തു വൽ ഉഖ്വത്തു ഫില്ലാ, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹബന്ധവും അള്ളാഹുവിന് വേണ്ടിയുള്ള സാഹോദര്യവും ആഖാദു ഹക്കൻ മിൻ ഉഖ്വത്തിൻ നസബ്, നമ്മൾ രക്തബന്ധത്തിനേക്കാളും സ്ട്രോങ് ആണ് എന്നതാണ് അതിൻ്റെ ശരി. ഒരേപോലെയാണെന്നല്ല, നമ്മളെ സഹോദരന്മാരുണ്ടല്ലോ രക്തബന്ധത്തിലുള്ള, അവരെക്കാളും നമുക്ക് ശരിക്കും ബന്ധം ഉണ്ടാവേണ്ടത് അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയ സഹോദരന്മാരോടാണ്. ഒരുപോലെ എന്നല്ല, അവരെക്കാളും അത് നിർബന്ധമാണ് എന്ന് മഹാനുകൾ പറയാം. കീല ബാലുഹും, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അയ്യുഹുമാ അഹബുലേക്ക് അഹൂക്ക ഔ സദീഖുക്ക്. ഒരു മഹാനോട് ചോദിച്ചു, അയ്യുഹുമാ അഹബുലേക്ക്, നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം, അഹൂക്ക ഔ സദീഖുക്ക്, നിങ്ങളെ
സഹോദരനാണോ, അതായത് നിങ്ങൾ രക്തബന്ധത്തിലുള്ള സഹോദരനാണോ, അല്ല നിങ്ങളെ നിങ്ങൾ അള്ളാഹുലായിട്ടുള്ള നിങ്ങളെ കൂട്ടുകാരനാണോ, ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കാല, ആ മഹാൻ പറഞ്ഞു, ഇന്നമാ ഉഹിബു അഹി, എൻ്റെ സഹോദരനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതാ ഖാന സ്വദീഖി, അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉള്ള ആളാകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ എനിക്ക് ഹൃദയത്തിൽ അവരോട് വലിയ സ്ഥാനമൊന്നുമില്ല. അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ മാത്രമാണ് ശരിക്ക് എൻ്റെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അവരോട് സ്ഥാനമൊന്നുമില്ല. എനിക്ക് ആരോട് തന്നെയുള്ള സ്ഥാനം? അള്ളാഹിൻ്റെ മാർഗത്തിൽ എൻ്റെ കൂട്ടുകാരനോട് സ്ഥാനമുള്ളൂ. കാല ഷെയ്ഖ് ജറൂഖ്, ബഹുമാനപ്പെട്ട ഇമാം ജറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഫി ഷർഹി അൽ വഹലീസിയ്യൻ്റെ ഷർഹിൽ അദ്ദേഹം പറഞ്ഞു, മാനസുഹു, അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി ഇതാണ്, കാല ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അൽ ഖറാബത്തു ഖറാബത്താൻ, നമ്മളെ സ്നേഹം കൊണ്ടുള്ള അടുപ്പുണ്ടല്ലോ അത് രണ്ട് രൂപത്തിലാണ്. ഖറാബത്തുൻ ദീനീയത്തുൻ, ദീനീയായ ഒരു അടുപ്പുണ്ട്. വഹിയ ഔലാ മിൻ ഖറാബത്തു തനീയത്തുൻ, നമ്മളെ ശാരീരികമായ മണ്ണിൻ്റെ അടുപ്പം എന്നാൽ ശാരീരികമായ അടുപ്പത്തിനേക്കാൾ വലുതാണ് ദീനിയായ അടുപ്പം. ശരീരത്തിൻ്റെ അടുപ്പാണ് നമ്മുടെ സഹോദരന്മാരോടൊക്കെ. ആ ശരീരത്തിൻ്റെ അടുപ്പത്തിനേക്കാൾ വലുതാണ് ദീനിയായ അടുപ്പം. അങ്ങനെ ആവണം, അല്ലെങ്കിൽ നമ്മൾ കാര്യമായ ദീനിൽ നിന്നൊന്നും നേടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നമ്മളെ സഹോദരന്മാരോടാണ് നമുക്ക് ഭയങ്കര കണക്ഷൻ, നമ്മളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇഹ്വാനികളെക്കാളും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായി എന്തോ പ്രശ്നം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുണ്ടെന്ന് അർത്ഥം. ഈ സഹോദരന്മാരെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതായിട്ടാവണം. ആണ് ഖറാബത്ത് ദീനീയത്തുൻ, ദീനിയായ അടുപ്പം എന്ന് പറയുന്നത് ശാരീരികമായ ബന്ധത്തിനേക്കാളും വലുതാണ്. വദക്ര ഷെയ്ഖ് മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, റഹിമഹുല്ലാ, ഫി ഫുതൂഹാത്തുൽ മക്കിയയിൽ അന്ന ഷഹ്സൻ ദഖല അലാ ഷെയ്ഖിഹി, ഒരു മനുഷ്യൻ ഒരിക്കൽ അവൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് വന്നു. ഫഫാവലഹു ഫീ മഅന ഖൗലിഹിം, അദ്ദേഹം ഷെയ്ഖിനോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? അഖറബൂന ഔലാ ബിൽ മഅറൂഫ്, നന്മക്ക് നിങ്ങൾ ഔലാ ബിൽ മഅറൂഫ്, അതായത് നിങ്ങളോട് അടുപ്പുള്ള ആളുകളാണ് നന്മക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ പൈസ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരാളടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങി നമ്മൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമല്ലോ. അപ്പോൾ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നന്മ ചെയ്യേണ്ടത് നിങ്ങളോട് അടുത്തവരോടാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് സ്വന്തം ഷെയ്ഖിനോട് അദ്ദേഹം ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാല ഷെയ്ഖു മിൻ ഗൈരി തവഖുഫിൻ, ഒരു മടിയും കൂടാതെ ആ ഷെയ്ഖ് പറഞ്ഞു, ഇലല്ലാഹി യാ ഫുലാൻ, ആ അടുപ്പുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ഹൈർ ചെയ്യേണ്ടത്, നന്മ ചെയ്യേണ്ടത് നിങ്ങളോട് അടുത്തവരോടാണെന്ന് പറഞ്ഞാൽ ആ അടുപ്പം ആരോടാണ്? അള്ളാഹിനോട് അടുപ്പുള്ളവരോടാണ്, അല്ലാതെ നിങ്ങളെ രക്തബന്ധത്തിലുള്ള ആളുകളെ പറ്റിയല്ല എന്ന്. നിങ്ങൾ കൂട്ടുകാരായ ആൾക്കാരല്ല, അള്ളാഹിനോട് അടുപ്പുള്ളവരോടാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കല്യാണം വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ എന്തെങ്കിലും നമ്മൾ ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ആരെ പറ്റിയാണ് ആഗ്രഹിക്കേണ്ടത്? അള്ളാഹുവിനോടടുത്ത ആൾക്കാരോട്, അല്ലാതെ നമ്മൾ ശരീരത്തിൻ്റെ രക്തബന്ധത്തിൻ്റെ ആൾക്കാരല്ല. രക്തബന്ധത്തിൻ്റെ ആൾക്കാരിൽ പെടൂല എന്നല്ല കേട്ടോ പറഞ്ഞത്, ഇവരാണ് അതിന് കൂടുതൽ അർഹരെന്നാണ്. യാനി അഖ്റബൂന ഇലല്ലാഹി ഔലാ ബിൽ മഅറൂഫ്, അള്ളാഹുവിനോട് അടുത്തവരാണ് നന്മ ചെയ്യാൻ കൂടുതൽ അതിന് അർഹപ്പെട്ടവർ. മിൻ അഖ്റബീന മിൻ ജിഹത്തിൻ നസബ്, നിങ്ങളെ രക്തബന്ധത്തിനേക്കാൾ. കാല ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഉളുഹിയത്തിനൊക്കെ ഇപ്പോൾ നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഉളുഹിയത്ത് ഇറക്കാൻ നമ്മൾ കുറേ ആളുകൾക്കൊക്കെ അറുത്തിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താ? നമ്മളെ കുടുംബക്കാരെയും അമ്മായിൻ്റെ മക്കളെയും ഇവരൊക്കെ കൊടുക്കുകയാണോ നല്ലത്? അതോ നമ്മളെ ഇഖ്വാനിങ്ങൾ കൊടുക്കലാണ് നല്ലത്? ഇഖ്വാനിങ്ങൾ കൊടുക്കലാണ് നല്ലത്. കാരണം എന്താ? മറ്റവർ കൊടുക്കേണ്ടെന്നല്ല, പ്രയോറിറ്റി ഇവർക്ക് കൊടുക്കണം. എന്തുകൊണ്ട്? അത് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ പെട്ടതാണ്. മറ്റേ നമ്മുടെ ശരീരത്തിൻ്റെ ബന്ധമല്ലേ, അവർ അവോയ്ഡ് ചെയ്യണമെന്നല്ല. ഉദാഹരണം പറഞ്ഞതേ വക്കാല ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അസ്സദാഖത്തു മിൻ ഖവാഇദി ദീനി വദ്ദുനിയ, ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് ഈ സഹോദരി ബന്ധം എന്ന് പറയുന്നത്. കാല ഫി ജയ്സിൽ കഫീൽ,
ജയ്സുൽ കഫീൽ അതിൻ്റെ രചയിതാവ് പറഞ്ഞിട്ടുണ്ട് മാനസുഹു ഈ പറയുന്ന വാക്കുകൾ. സുമ്മൽ ഫവായിദൽ മത്ലൂബത്തു മിന സുഹബ. ഒരാളെ നല്ലൊരു മനുഷ്യനെ സഹവാസത്തിൽ കഴിഞ്ഞു, അതായത് അവനോട് നല്ല സാഹോദര്യം ഉണ്ടാക്കി, നല്ല സ്നേഹബന്ധം ഉണ്ടാക്കി. അങ്ങനെ സാഹോദര്യം സ്നേഹബന്ധമൊക്കെ ഉണ്ടാക്കിയാൽ അവന് കിട്ടുന്ന ഫവായിദ്, അവന് കിട്ടുന്ന ഗുണങ്ങൾ എന്താ? 2 ടൈപ്പ് ഗുണങ്ങൾ കിട്ടും. ദീനീയത്തി ദുനിയാവിയ. ദീനിൽ അവനൊരു ഗുണം ഉണ്ടാവും, ദുനിയാവിലും ഗുണമുണ്ടാവും. ഒരു ഗുണമല്ല, കുറേ ഗുണങ്ങളുണ്ടാവും, ദുനിയാവിലും ഗുണങ്ങളുണ്ടാവും. അമ്മ ദുനിയവിയത്തി ഈ ദുനിയാവിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ സമ്പത്ത് കൊണ്ടും പ്രൗഢി കൊണ്ടും പ്രശസ്തി കൊണ്ടും ഒക്കെ കിട്ടുന്ന നമുക്ക് ലാഭമാണ്. ഇപ്പം നമ്മളൊരു നല്ലൊരു മനുഷ്യൻ്റെ സഹവാസത്തിലായി, അദ്ദേഹം ഒരുപാട് പ്രശസ്തനായ ഒരാളാണെന്ന് കരുതുക. അങ്ങനെ പ്രശസ്തനായ ഒരാളുടെ കൂടെ നമ്മൾ സഹവാസത്തിലായാൽ ചിലപ്പോൾ അവരുടെ പ്രശസ്തി നമുക്ക് ആയിന്ന് വരാം, അവർ സമ്പത്ത് ഉപകാരപ്രദമായിന്ന് വരാം. ഉദാഹരണത്തിന് ഷെയ്ഖുൽ തങ്ങളെ മുരീദാന്ന് കരുതിയിട്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ മൗർത്താനിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഇപ്പോൾ നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥനോട് ഷെയ്ഖുൽ തങ്ങളെ മുരീദാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടെന്ന് വരാം, ഉണ്ടാവാം. പക്ഷേ വലൈസ ദാലിക മിൻ അർദിന, അത് നമ്മളെ ലക്ഷ്യമല്ല. അങ്ങനെ കിട്ടാൻ വേണ്ടി ആരും ഷെയ്ഖുൽ തങ്ങൾ മുരീദാവണ്ട, അതല്ല നമ്മളെ ലക്ഷ്യം. എന്നാൽ നമ്മൾ ലക്ഷ്യം എന്താണ്? ദീനിയാണ്. അപ്പോൾ വാമ ദീനിയായിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? അതുകൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ദീനിയായിട്ട് ഒരു നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ സഹവാസത്തിൽ കഴിഞ്ഞാൽ, നല്ല അള്ളാഹുലായിട്ടുള്ള സൗഹൃദ ബന്ധത്തിൽ മുഴുകിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് മിൻഹ ഇസ്തിഫാദത്തു ബിൽ ഇൽമി വൽ അമൽ. അപ്പോൾ നല്ല ആൾക്കാരെ കൂടെ കൂടിയാൽ അവരെ ഇൽമിൽ, അവരെ അറിവിൽ നമുക്ക് ഗുണം കിട്ടും. വല്ല അമൽ, അവരെ അമലിനും. അപ്പോൾ അവരെ ഇൽമും അമലും ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ കൂടുമ്പോൾ അവരെ അറിവും ഇൽമും ഒക്കെ നമുക്ക് കിട്ടും. അറിയാതെ നമ്മൾ അതിലിങ്ങനെ പകർന്നു പോകും. അവരെ പിന്നെ അറിവ് നമ്മളിലേക്ക് പകർന്നു കിട്ടും, അവരെ ഇൽമു നമ്മളിലേക്ക് പകർന്നു കിട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ മിൻഹ അതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ് ഇസ്തിഫാദത്തു ബിൽ ജാഹ്. അവരുടെ മഹത്വം കൊണ്ട്, അവർക്ക് ആത്മീയമായൊരു മഹത്വം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടൽ. തഹസുനൻ മിൻ ഇദാഇ മൻ തുശവ്വിഷുൽ ഖൽബ്. നിങ്ങളെ കൽബിനെ വസ്വാസാക്കുന്ന ദ്രോഹങ്ങൾ തൊട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട്. വയസുദ്ദു ഇബാദ. നിങ്ങളെ ഇബാദത്തിൽ നിന്നും തെറ്റിച്ച് കളയുന്ന, നിങ്ങളെ കൽബിൽ കൺഫ്യൂഷനും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാക്കി തരുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അവരിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും ഇവരെ സുഹൃത്തായാൽ. അപ്പോൾ നല്ല ആൾക്കാരെ സൗഹൃദത്തിലായാൽ അവരുടെ മഹത്വം കൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. എന്ത് പ്രൊട്ടക്ഷനാണ്? നമ്മളെ കൽബിനെ വസ്വാസാക്കുന്ന ആൾക്കാർ പിന്നെ അങ്ങനെ വരില്ല, അവർക്കും കൂടെ അടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മശായിഖന്മാരുമായിട്ടുള്ള സുഹബത്ത് കഴിയുമ്പോൾ, അവർ പറഞ്ഞ നല്ല ആൾക്കാരുമായിട്ടുള്ള സഹവാസത്തിൽ കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മൾ പ്രൊട്ടക്ഷൻ കവറിൻ്റെ ഉള്ളിലാണ്. അതിനർത്ഥം എന്താ പറഞ്ഞാൽ നല്ലവർക്ക് മാത്രമേ നമ്മോട് സംസാരിക്കാൻ തോന്നൂ, നല്ലവർക്ക് മാത്രമേ നമ്മോട് ഇടപഴകാൻ തോന്നൂ. അതേസമയം മോശപ്പെട്ട ആൾക്കാർക്കൊന്നും തോന്നിയില്ല. അവരിത്ര വന്നാലും അടുപ്പം കിട്ടൂല, എങ്ങനെയൊക്കെയൊക്കെ അങ്ങനെ തടഞ്ഞടഞ്ഞ് പോകും. നമ്മളറിയില്ല, നമ്മളിങ്ങനെ കൂളായിട്ട് നടന്നു പോകുമായിരിക്കും. സംഭവം ഇതൊക്കെ അതിൻ്റെ ചുറ്റുപാടും നടക്കുന്നുണ്ട്, നമ്മളറിയാത്തതുകൊണ്ട്. നമ്മളെ ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉള്ളത് പോലെയാണ്. അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ അമ്പ് ചെയ്യുന്നുണ്ട്, അവിടെ പുറത്തിങ്ങനെ തട്ടിങ്ങ് തെറിക്കുന്നുണ്ടോ. അതുപോലെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ യാത്ര ചെയ്യാം, എപ്പോഴും നമ്മൾ ഷെയ്ഖിൻ്റെ കൂടെ ആകുമ്പോൾ. ഷെയ്ഖിൻ്റെ കൂടെ എപ്പോഴും നമ്മളാവുക, ഷെയ്ഖിൻ്റെ കൂടെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ആകുമ്പോൾ. അല്ലെങ്കിലും നമ്മളെപ്പോഴും ബോർഡറല്ല. ചിലപ്പോൾ ചില അമ്പുകളൊക്കെ നമുക്ക് തട്ടാം, ചില അമ്പുകൾ തട്ടിയില്ല എന്ന് വരാം, അങ്ങനെ ആവരുത്. നമ്മളിപ്പോൾ അതിൻ്റെ അള്ളിപ്പിടിക്കുന്ന, ഷെയ്ഖുമായിട്ട് ഇങ്ങനെ അള്ളിപ്പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൂടെ നമ്മളെപ്പോഴും ആവണം. അങ്ങനെ ആകുമ്പോൾ നമ്മളെപ്പോഴും ആ പ്രൊട്ടക്റ്റീവ് കവറിൻ്റെ ഉള്ളിലാണ്, നമുക്കെപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമ്മളൊന്നും ഉപദ്രവിക്കില്ല. നമ്മൾ ഇനി ഉപദ്രവിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ തന്നെ കഴിയില്ലാന്നേ. ഇനി ശ്രമിക്കാൻ നമുക്ക് കരുതാനും കഴിയില്ല, നമ്മൾ വെറുതെ വിടൂര്. ആ ഒരവസ്ഥയിലേക്കായിത്തീരും. അതായത് അതിനെ കൊണ്ട് കിട്ടുന്നൊരു മെച്ചാണ്. അമീൻഹ തബറുക ബിദ്വാ. അവരുടെ ദ്വാൻ്റെ ബർക്കത്ത് നമുക്ക് കിട്ടും. നമ്മളെപ്പോഴും അവരെ കൂടെ ഇങ്ങനെ ആകുമ്പോൾ, നിങ്ങൾ ദ്വാരിക്കിട്ടാ, എനിക്കൊരു കാര്യമുണ്ട്, ഇങ്ങനെ ദ്വാരിക്ക്, ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരെപ്പോഴും നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ ദ്വാരക്കും, അള്ളാഹു റാത്താക്കട്ടെ, അള്ളാഹു സലാമത്തിലാക്കട്ടെ. അവർ വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. വെറുതെ വാക്ക് പറയേണ്ട ആവശ്യം തന്നെയില്ല. അള്ളാൻ്റെ ഔലിയാക്കന്മാർ ചിലവരുണ്ട് എന്നാണ്, അവർ വാക്ക് പറയണ്ട. അവർ കരുതിയാൽ തന്നെ അള്ളാഹ് നടക്കും ഫയക്കുൻ. അവർ ഉദ്ദേശിച്ചാൽ തന്നെ അള്ളാഹ് നടത്തി കൊടുക്കും. ഒന്നും പറയണ്ട, ജസ്റ്റ് ഇങ്ങനെ കരുതിയാൽ മതി.
അള്ളാഹു അതേപോലെ നടത്തി കൊടുക്കും. അവർ കരുതുക എന്നുള്ള അവസ്ഥ പോലും ഉണ്ടാവേണ്ടെന്നാ, അത്രത്തോളം. എന്നാലും ചിലപ്പോൾ അവർ ദുആ ചെയ്യും. അപ്പോൾ അങ്ങനെ കരുതിയാൽ അള്ളാഹു നടത്തി കൊടുക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ദുആ കൂടി ചെയ്താലും അതിനർത്ഥം അവർ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കുന്നതല്ല. അതായത് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ആവശ്യമുള്ളതേ കരുതൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ദുആ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ദുആ ചോദിക്കുക, ഇങ്ങനെ എല്ലാവരും പിന്നാലെ പോയി ദ്വാരക്കണം കേട്ടോ, ദ്വാരിക്ക് തന്നെ കാര്യപ്പെട്ട വലിയ ദുആ തേടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ കൂടെ ആകുമ്പോൾ തന്നെ അവർ പറയല്ലോ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ രക്ഷപ്പെടുന്ന അവർ ദ്വാലുണ്ടാവും. അള്ളാഹുവേ എന്നെയും എന്നെ സ്നേഹിക്കുന്നവരൊക്കെ രക്ഷപ്പെടുത്തണേ, എൻ്റെ കൂട്ടാളികൾ, എൻ്റെ മുരീദന്മാരെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ കാറ്റഗറിയിൽ നമ്മളും പെടും. അപ്പോൾ അതിൻ്റെ ബർക്കത്ത് നമുക്ക് കിട്ടും. വമിൻഹ, അതുപോലെ തന്നെ ഒരു മഹാന്മാരെ കൂടെ ആയാൽ നമുക്ക് കിട്ടുന്ന ഗുണത്തിൽപ്പെട്ടതാണ് ഇൻതിളാറു ഷഫാഅത്തി ഇലാ ഗൈരി ദാലിക്, നമുക്ക് അവരുടെ ഷഫാഅത്ത് കാത്തിക്കുക. പരലോകത്ത് അവർ നമുക്ക് ഷഫാഅത്ത് ചെയ്യും. അതുപോലുള്ള മറ്റൊരുപാട് ഗുണങ്ങളും. ഈ വഫിൽ അവാരിഫിൽ മാരിഫിൽ പിന്നെയും പറയുന്നുണ്ട്, അന്നഹു യഖാ ബി ത്വരീഖ് സ്വഹബത്തി, അന്നഹു യഖാഉ ബി ത്വരീഖ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അന്നഹു യഖാഉ ബി ത്വരീഖ് സ്വഹബത്തി തആലുദു വ തആവനു. ആരെങ്കിലും സുഹബത്തിലായി ഈ സുഹബത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ, അതായത് നല്ല ആൾക്കാരുമായിട്ട്, ഇത് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത്, നല്ല അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന, ഷെയ്ഖിനെ സ്നേഹിക്കുന്ന, ഹിദ്മത്തിലും വിബാദത്തിലും ഒക്കെ കഠിന പരിശ്രമത്തിലും ഒഴുകുന്ന, എപ്പോഴും സ്നേഹത്തിലും മഹബത്തിലായിട്ട് കഴിയുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനത്തെ ആൾക്കാരുമായി നമ്മൾ സുഹബത്തിൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളിങ്ങനെ അങ്ങനത്തെ ആൾക്കാരിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അവരായിട്ട് സുഹബത്തിൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തആലുദു വ തആവുൻ, അവർ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും? സഹായങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കും അള്ളാഹിൻ്റെ മാർഗത്തിൽ. തആവുൻ, അതുപോലെ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നല്ല കാര്യത്തിന് അള്ളാഹു പറഞ്ഞ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് പറഞ്ഞല്ലോ. നല്ല കാര്യത്തിൽ സഹകരിക്കണം. അവരെപ്പോഴും നമുക്ക് നല്ല കാര്യങ്ങൾ, സഹകരിക്കാനുള്ള നല്ല കാര്യങ്ങൾ മുമ്പിലിട്ട് വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും ആത്മീയമായി നമുക്ക് സഹായം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് സഹകരണങ്ങൾ എപ്പോഴും ഇങ്ങനെ വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടും ആത്മീയമായിട്ട് അവരുടെ കൂടെ ഇങ്ങനെ കൂടുമ്പോൾ. അതുപോലെ തന്നെ അവരുടെ കൂടെ കൂടി എന്താ സംഭവിക്കുക? ജുനൂദുൽ ഖുലൂബ് ഖൽബ്, ഹൃദയത്തിൻ്റെ സൈന്യത്തിന് ഭയങ്കര എനർജി ഉണ്ടായിത്തീരും. അതായത് ഇവിടെ രണ്ട് സൈന്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ഹൃദയത്തിൻ്റെ സൈന്യമുണ്ട്, നഫ്സിൻ്റെ സൈന്യമുണ്ട്. ഹൃദയത്തിൻ്റെ സൈന്യത്തിന് ശക്തി ഉണ്ടാവും. നഫ്സിനെ എപ്പോഴും പൊട്ടിക്കാനുള്ള ഒരു ശക്തിയൊക്കെ ഹൃദയത്തിൻ്റെ സൈന്യം കൈവരിച്ചിട്ടുണ്ടാവും. അവരുടെ സ്വഭാവത്തിലല്ലെങ്കിലോ ഹൃദയത്തിൻ്റെ സൈന്യം ഭയങ്കര വീക്കായിരിക്കും, ഒന്നിനും കഴിയില്ല. അവൻ എപ്പോഴും മഹബത്തും അതുപോലെ തന്നെ നമ്മളെ ആത്മീയമായ പരിശ്രമവും ഇതൊക്കെ എപ്പോഴും വർദ്ധിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും അവർ കൂടെ ഉണ്ടാകുമ്പോൾ. തസ്തരീഹിൽ അർവാഹു ബി തശാമി, അതുപോലെ നമ്മൾ അവരുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ വായു, അവരുടെ നിശ്വാസം ഉണ്ടല്ലോ, അവരുടെ ശ്വാസം, അതിങ്ങനെ ശ്വസിക്കുന്നതിലൂടെ നമ്മൾക്ക് ഭയങ്കര റാഹത്തുണ്ടായിത്തീരും. ഭയങ്കര റൂഹിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതിനർത്ഥം എന്താണ്? അവരെ കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായൊരു സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറയും. ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ അവിടെ പോയി ഇന്നാൽ ഭയങ്കര സന്തോഷം. ഷെയ്ഖിൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം, ഭയങ്കര റാഹത്ത്. ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ കാര്യമായൊന്നും അവിടെ ഇല്ല, അവർ റാഹത്ത് ഉണ്ടായിത്തീരും. അവർ ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഭക്ഷണം കഴിച്ചാലും റാഹത്ത്, ദുനിയാവിൻ്റെ പണിയാണ് ചെയ്തു, പക്ഷെ എന്നാലും റാഹത്ത്. ചിലപ്പോൾ ദുനിയാവിൻ്റെ സംസാരങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ തമാശ ആയിരിക്കും, എന്നാലും ആ തമാശയിലും രസം, ഒരു ഭയങ്കര സുഖം. എന്നാൽ അങ്ങനത്തെ ആൾക്കാരില്ലാത്ത ആളുകളോട് നല്ല സംസാരിച്ചാൽ അവൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. വതത്തഫിഖു ഫീ തവജ്ജുഹു ഇലാ റഫീഖിൽ ആല, അതുപോലെ തന്നെ നിങ്ങളെ റഫീഖിൽ ആല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സുഹൃത്ത്, അത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിക്കാൻ എപ്പോഴും നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങളെ ശ്രദ്ധ അള്ളാഹിലേക്ക് ഇങ്ങനെ ആവും, എപ്പോഴും നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തും, അങ്ങനത്തെ ആയിത്തീരും. വയസീറു മിസ്ലുഹാ ഫി ഷാഹിദ്, അവരുടെ ഉദാഹരണം ഈ ലോകത്ത് അവരുടെ ഉദാഹരണം ഏതുപോലെ അറിയാം? അങ്ങനത്തെ ആൾക്കാരുടെ ഉദാഹരണം, അത് നിങ്ങൾ സുഹബത്തിലായി കഴിയേണ്ട ഏറ്റവും നല്ല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ നല്ല ആൾക്കാരുടെ ഉദാഹരണം കാസ്വാത്തുൻ, ഒരുപാട് ശബ്ദങ്ങളെ പോലെയാണ്.
ജിത്തമാത്ത് അറക്കത്തല്ല ജുറോം. അങ്ങനെ ഒരുപാട് ശബ്ദം ഉണ്ടായ ചിലപ്പോൾ എന്തുണ്ടാവും, ആ ശബ്ദം കൊണ്ട് കട്ടിയായ വസ്തുക്കൾ വരെ തുളഞ്ഞു പോകും. ഉണ്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായ ഇടിമുഴക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ വീടൊക്കെ കുലുങ്ങൂലേ. അതേ അല്ലെങ്കിൽ ഇപ്പോൾ അപ്പുറത്തെന്തൊക്കെ എല്ലാവരും കൂടി ഒരു 1000 പേര് എല്ലാം കൂടി ഒച്ച ഉണ്ടാക്കാന്ന് കരുതുക. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കുലുങ്ങുന്ന അവസ്ഥ ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ടായിത്തീരും. അപ്പോൾ ഈ ആളുകളുമായി നിങ്ങൾ ചേരുമ്പോൾ അവരുടെ ശബ്ദത്തിലേക്ക് നിങ്ങളെ ശബ്ദം ചേരുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങളെ ശബ്ദവും അത്ര വലിയ ശബ്ദമായി മാറും, എല്ലാത്തിനും തുളഞ്ഞു കയറുന്ന ശബ്ദമായി മാറും. വൈദൻ ഫറദത്ത്, നിങ്ങൾ ഒറ്റക്കാണെങ്കിലോ കസറത്ത് അൻബുലു എൽ മറാം, നിങ്ങൾക്ക് എവിടെയും എത്തിക്കാൻ പറ്റാത്ത രൂപത്തിലാവുകയും ചെയ്യും. ഞാൻ ഒറ്റക്കിങ്ങനെ ഹലോ എന്ന് ഒച്ചുണ്ടാക്കി അങ്ങനെ എവിടെയും കയറൂല. അതേസമയം നമ്മളൊരു 10,000 ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടാവും ഈ മഹാന്മാരുമായിട്ട് കൂട്ടുകൂടിയിട്ട് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് ഭയങ്കര ശബ്ദമായിരിക്കും. അത് എല്ലായിടത്തും ഇങ്ങനെ തുളഞ്ഞു കയറുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. കാരണം അവർ ഒറ്റക്കന്നെ ഉമ്മത്താണ്, അതുകൊണ്ടാണത്. വഖദ് വറദ ഫി ഖബരി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അൽ മുഅ്മിനു കസീറും ബിഅഖി, ഒരു മുഅ്മിന് ഒരുപാടാണ് ബിഅഖി, അവൻ്റെ സഹോദരൻ്റെ കൂടെ ആകുമ്പോൾ. എല്ലാം അവൻ ഒറ്റക്കേ ഉണ്ടാവുള്ളൂ. അവൻ്റെ സഹോദരൻ്റെ കൂടെയാണോ, ഈ പറഞ്ഞ രൂപത്തിലുള്ള സഹോദരൻ്റെ കൂടെയാണോ, അവന് ഒരുപാട് പോലെയാണ്. അവന് ഒന്നല്ല ഒരു 10 ഉള്ള പോലെ അവൻ്റെ സഹോദരൻ്റെ കൂടെ ഉണ്ടാണെങ്കിൽ. അവൻ ഒറ്റക്കാണെങ്കിലോ ഒറ്റക്ക് തന്നെയാണ്, ഒറ്റക്കും അവർ അതിനേക്കാളും കുറയും. സഹോദരൻ്റെ കൂടെ ആണെങ്കിൽ അവന് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നും. അവൻ നഫ്സിനെ കീഴ്പ്പെടുത്താൻ പ്രയാസം തോന്നൂല. അവൻ ഇബാദത്തിലും ഇൽമിലും ഹിദ്മത്തിലും ഒക്കെ ഉള്ള പരിശ്രമം അവനൊരു വിഷയമുണ്ടല്ലോ, അവനങ്ങനെ ഭയങ്കര ഉത്സാഹിച്ച് മുന്നോട്ട് പോകുന്നത് കാണാം. ഒറ്റക്കാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ നല്ല കൂട്ടായ്മകൾ ഉണ്ടാക്കണം എന്ന് പറയുന്നത്. നല്ല കൂട്ടായ്മകളിൽ ഭയങ്കരമായ കസറത്തുകളുണ്ടാവും. ഇപ്പോൾ ഒരു 10 പേരാണ്, 10 പേരായിരിക്കില്ല, അത് 100 പേരുടെ എഫക്റ്റ് ചെയ്യും. അതേസമയം ഒരാളാണെങ്കിൽ ഒരാളെ റിസൾട്ട് പോലും കിട്ടില്ല, അര റിസൾട്ടും ചിലപ്പോൾ കിട്ടണം എന്നില്ല. ആൾ കൂടുന്നതനുസരിച്ച് നല്ല പേരുടെ കൂട്ടമാണോ അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. കൊളുത്തു അങ്ങനെ ഞാൻ പറയാണ്, വഫി ഖബരി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസങ്ങളെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിന് കൽ ബുനിയാൻ അൽ മർസൂസ്, ഇങ്ങനെ കെട്ടിപ്പടക്കപ്പെട്ട ഒരു എടുപ്പ് പോലെയാണ്, ഒരു ബിൽഡിങ് പോലെയാണ്. അതിൻ്റെ കല്ലുകളൊക്കെ ഇങ്ങനെ കറക്റ്റ് ഉദിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങിലെ കല്ലുകളെ പോലെയാണ് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്. യശുദ്ദു ബഅദുഹും ബഅദാ, ഒരു കല്ല് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തും. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൽ എല്ലാ കല്ലും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ഒരു കല്ല് ചിലപ്പോൾ വീക്കായ കല്ലുണ്ടാവും, സാറില്ല. ആ കല്ലുകളുടെ കൂടെയാണ് ഈ കല്ലുള്ളത് കൊണ്ട് അതിനും ശക്തി ഉണ്ടാവും. അതേപോലെ മുഅ്മിനീങ്ങൾ അവർ ഒരുമിച്ചാവുമ്പോൾ അവർക്ക് ഭയങ്കര ശക്തി ഉണ്ടാവും. അതേസമയം അവർ ഒറ്റക്കാണെങ്കിലോ അവർ ഭയങ്കര വീക്കായിരിക്കും. വഫിൽ അവാരിഫുൽ മാരിഫിൽ വന്നിട്ടുണ്ട് ഐദൻ അന്നഫിൽ ഫവായിദ് സുഹ്ബത്ത് വൽ ഉഹുവ, നല്ല സുഹബത്തും നല്ല സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള സഹവാസവും ഇഖ്വാനിങ്ങളോടുള്ള ബന്ധവും അതുമായി ബന്ധപ്പെട്ട ഗുണങ്ങളിൽപ്പെട്ട, അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളിൽപ്പെട്ടതാണ്. അന്നഹ തഫ്തഹു മസാമൽ ബാത്തിൻ, ബാത്തിനിയായ ദ്വാരങ്ങൾ നമുക്ക് തുറന്നു കിട്ടുക എന്നുള്ളത്, ആത്മീയമായ വെളിച്ചം നമുക്ക് ഉണ്ടായിത്തീരുക എന്നുള്ളത്. വയക്തസിബുൽ ഇൻസാനു ബിഹ ഇൽമുൽ ഹവാദിസി വൽ അവാരിൽ, മാറ്റങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും ഒക്കെ അറിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. എന്താന്ന് അടുത്തിന് പറയേണ്ടത് കുൽത്തു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ബിഹാദ വല്ലാഹു ആലം, അള്ളാഹു ആണ് കൂടുതൽ അറിയുക. അന്നഹു യതഖവ്വാ നൂറുൽ ഫിറാസത്തുൽ ഈമാനിയ, അവൻ്റെ ഈമാനിയായ ഉൾക്കാഴ്ച ഉണ്ടല്ലോ, ഇഖ്വാനികളായിട്ട് കൂടുമ്പോൾ അവൻ്റെ ഈമാനിയായ ഉൾക്കാഴ്ചക്ക് ശക്തി കിട്ടും. ബിസ്തിമുദാദി ബാദി മിനൽ ബാദ്, എങ്ങനെയാണ് ശക്തി കിട്ടുന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ. അപ്പോൾ അവരുടെ ഉൾക്കാഴ്ച വർദ്ധിക്കും. നേരത്തെ ഉൾക്കാഴ്ചക്ക് അത്ര ശക്തി ഉണ്ടാവില്ല. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിലൂടെ അവരുടെ ഉൾക്കാഴ്ച വർദ്ധിക്കും. അപ്പോൾ സരയാന് സിറി ബാദി ഇലാ ബാദി, അതുപോലെ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിൻ്റെ രഹസ്യം ഒഴുകുന്നതിലൂടെയും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രഹസ്യം ഒഴുകുന്നതിലൂടെയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിലൂടെ അവർ ഉൾക്കാഴ്ച വർദ്ധിക്കും. അപ്പോൾ ഇഖ്വാനികൾ പരസ്പരം
ഒരുമിച്ച് കൂടി ഇബാദത്തിനും ഹിദ്മത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ഉള്ളിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. അതുപോലെ ഒരാൾ മറ്റൊരാളിലേക്ക് അവൻ്റെ രഹസ്യം കൈമാറുന്നത് പോലെയാണ്. അതുകൊണ്ട് എന്താവുക, അവൻ്റെ ഉൾക്കാഴ്ച വർദ്ധിക്കും. ഇത് മീൻ ഫവായിദിഹ, അതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ് മാ യസ്രി മിനൽ ഫാദിലി ഇലാ മഫ്ദൂൽ, ഉന്നതനായ ആളിൽ നിന്ന് താഴ്ന്നൊരാളിലേക്ക് ഫതില് അനുഗ്രഹം അങ്ങനെ ഒഴുകിപ്പോവുക എന്നുള്ളത്. സിറിൽ ബാത്തിനിയ ആത്മീയമായ ബാത്തിനിയായ രഹസ്യം. ഏതുപോലെ അപ്പം നമ്മളൊരു മുകളിലൊരു ടാങ്ക് വെച്ചു, താഴത്തൊരു പാത്രം വെച്ചു, എന്നിട്ട് ആ ടാങ്കിൽ നിന്ന് ഈ പാത്രത്തിലേക്കൊരു പൈപ്പ് ഇട്ടാൽ ആ മുകളിൽ നിന്നുള്ള വെള്ളം കൊണ്ട് അതുപോലെ നമ്മൾ നല്ല ആൾക്കാരുമായി കൂട്ടുകൂടിയാൽ അവരുടെ ഉള്ളിലുള്ള രഹസ്യം ഉണ്ടല്ലോ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഈമാനും അത് നമ്മളിലേക്ക് ഇങ്ങനെ അറിയാതെ ഒഴുകി വരും. അല്ലദീ ഹുവ മുൻതഹ, അതാണ് നമ്മളുടെ ആത്മീയമായ ലക്ഷ്യത്തിൻ്റെ അവസാനം. കസ്ദു മിനൽ സുഹബ, ഈ ആത്മീയമായ കൂട്ടുകെട്ടുകൾ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്, അങ്ങനെ കിട്ടണമെന്ന്. അത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ മെച്ചവും. വായത്ത് സുആൽ, നമ്മൾ തേടുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ അത് തന്നെ. ഖദ് ഖീല, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, മൻ തഹഖഖ ബിഹാലത്തിൻ ലം യഖുലു ഹാദിറൂന മിൻഹാ, ആർക്കെങ്കിലും ഒരു ആത്മീയമായ അവസ്ഥ ഉറച്ച അവസ്ഥയാണെന്ന് തോന്നുകയാണ്, കണ്ടല്ലോ അവരുടെ സിദുക്കിൽ, ഇഖ്ലാസിൽ, മഹബത്തിൽ, ഹിദ്മത്തിലൊക്കെ അങ്ങനെ ഉറച്ചിങ്ങനെ പാറ പോലെ നിൽക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ ലം യഖുലു ഹാദിറൂന മിൻഹാ, അവരെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും കാലിയായി പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതായത് അവരെ കൂടെ കൂടിയാൽ എന്തെങ്കിലും കിട്ടും, വെറുതെ ആവില്ല ആർക്കും അവരുടെ കൂടെ കൂടിയാൽ. അങ്ങനത്തെ അതായത് ഉറച്ചു നിൽക്കുന്ന ആൾക്കാരെ കൂടെ നമ്മൾ ഇരുന്നാൽ, അവരെ സഹവാസത്തിലായാൽ നമുക്ക് എന്തും കിട്ടാതിരിക്കില്ല, കിട്ടൽ നിർബന്ധമായി തീരും. വാഹത്തുന്നാസു മർത്തബത്തിന്, അവരിൽ തന്നെ ആ കൂട്ടത്തിലാവുക എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലാവുന്നതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ എന്താ അറിയോ, ഫിമക്കാമ സുഹബത്തിൽ അഹിയാർ, മഹത്തുക്കളായ ആളുകളുടെ സഹവാസത്തിലാവുന്നതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ അൽ മുഹിബ്ബു ലഹും ഫഖത്ത്, അവരെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രം. അതായത് അവരെ ത്വരീക്കത്ത് സ്വീകരിക്കുക, അവരെ ദിക്റിലായി കഴിയുക, അങ്ങനെ ചെയ്യണമെന്നില്ല. അവരെ സ്നേഹിച്ചാൽ തന്നെ അവരെ കൂടെ ആയ പോലെയാണ്. സ്നേഹത്തിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് കേട്ടോ, വെറുതെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയലല്ല. സ്നേഹം എന്നുള്ള സാധനം നമ്മുടെ അടുത്ത് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ സമയം, നമ്മളെ സമ്പത്ത്, നമ്മളെ എനർജി, ഇതൊക്കെ സ്നേഹം ഡിമാൻഡ് ചെയ്യും. വെറുതെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയലല്ല. അപ്പോൾ ആ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ, അങ്ങനെ ചെയ്താൽ നമ്മൾ അവരെ പിന്തുടർന്നിട്ടില്ലെങ്കിലും രക്ഷപ്പെടും. കഫാഹു ഇൻ ലം യകുൻ മിൻഹും, അവരെ കൂട്ടത്തിലുള്ള ഒരാളല്ല നിങ്ങളെങ്കിൽ പോലും അന്നഹും മാഹും, നിങ്ങൾ അവരുടെ കൂട്ടത്തിലായി പോകും. എങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്, അൽമാറു മാ മൻ അഹബ്ബ, ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്ന അവരെ കൂടെയാണ് നിങ്ങളെന്ന് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ട്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആൾ അവരുടെ അവസ്ഥയും നമ്മളെ അവസ്ഥയും, നമ്മൾ ഒരുപാട് താഴ്ന്നിട്ട് അവരൊരുപാട് ഉയർന്നിട്ട് ആയിക്കോട്ടെ, അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർ കൂടെ ആവുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവരെ കൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അവരെ കൂടെ ആവും നമ്മൾ കൂട്ടപ്പെടുക. ഇനി ജവഹറുൽ അദബിൽ ഷെയ്ഖ് മൂസ സുലൈമാൻ തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ചെറിയൊരു വ്യാഖ്യാനാണ്, അത് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. വനാസിഖുൽ ഇഖ്വാന വസ്മുത്ത് സാഹിബി അഹ്ലുൽ മുറാഅത്തി മിനൽ അഖാരിബി എന്നതിന് വിശദീകരിക്കുക. യാഹി, അല്ലയോ സഹോദര, ഫൽതകുൻ നാസിഹൻ, നിങ്ങൾ ഒരു നാസിഹാവണം, നിങ്ങൾ ഉപദേശം നൽകുന്നവനാണ്. ഫീ ജമിയ മുആമലത്തിക മാന്നാസ്, ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഉപദേശിക്കുന്നവനാണ്. അന്ന ദീന നസീഹത്തുൻ ലില്ലാഹി വലി റസൂലി, ദീൻ എന്ന് പറയുന്നത് തന്നെ നസീഹത്താണ്, അള്ളാഹുവിനും അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് നസീഹത്ത്. ലാ ലിത്തമ, അല്ലാതെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി നടക്കലല്ല എന്ന്. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഞാൻ മാത്രം നന്നായാൽ മതി, വേറെ ആരും നന്നാവണ്ട, എനിക്കുള്ള ഹൈർ ആർക്കും കിട്ടണ്ട, അങ്ങനെയല്ല. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത്, നമ്മൾ ദഅവത്ത് ചെയ്യുന്നത്, ഹിദ്മത്ത് ചെയ്യുന്നത് ഒക്കെ എന്തിനാ? നമ്മൾ നസീഹത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മാത്രം നന്നായിപ്പോൾ അങ്ങനെയല്ല ദീൻ, ബാക്കിയുള്ളവരിലേക്ക് ഹൈറെത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം, അല്ലാതെ ആൾക്കാരെ കൂട്ടാനല്ല. നമ്മൾ അവരിലേക്ക് കാരുണ്യം കാണിക്കൽ ദീനാണ്. അതുകൊണ്ടാണ്. കാരണം അദ്ദീനു അൻ നസീഹ, ദീൻ തന്നെ നസീഹത്താണ്, അള്ളാഹുവിനും അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള നസീഹത്ത്. നമ്മളെ സ്വയം താല്പര്യങ്ങൾ മാത്രം ഒതുങ്ങി നമ്മൾ നിൽക്കലല്ല. വസ്ഹബ് അഹ്ലുൽ മറുവ, അതുകൊണ്ട് സച്ചരിതരായ നല്ല ആളുകളെ അവരെ കൂട്ടത്തിലാവാൻ ശ്രമിക്കണം. ജൈനി കമാൽ ഖുലുഖ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല സ്വഭാവമുള്ള ആളുകളെ. അല്ലദീ യുസാഇദു ഫീ തസ്ലീഹിൽ ഹാൽ, നിങ്ങളുടെ ആത്മീയമായ അവസ്ഥനെ നന്നാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ കൂടെ ആവണം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ. എന്താ പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
ആരെങ്കിലും അള്ളാഹുൽ അവൻ്റെ അന്ത്യനാളിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഫലിയക്കുൽ ഖൈറൻ ഔലിയസ്മത്ത്, നിങ്ങൾ നല്ലത് സംസാരിക്കണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ജാനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാക്കാനല്ല എന്തെക്കുബുൽ ഖൈർ, നിങ്ങൾക്ക് നല്ലത് സംസാരിക്കാൻ പറ്റൂലെങ്കിൽ യുലാജി മുസ്കൂത്ത്, നിങ്ങൾ മോശം, നിങ്ങൾ മുണ്ടാതിരിക്കുക, മൗനം പാലിക്കലാണ് നല്ലത്. ഹാദാ കുല്ലുഹും മിനൽ അക്രിബ, നിങ്ങൾ ഈ കൂട്ടത്തിലാവണം എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നല്ല നിങ്ങളോട് അള്ളാഹുമായിട്ട് സാമീപ്യം കരസ്ഥമാക്കിയവരോട് കൂടെ കൂടണം എന്നാണ്. യാനി ഖുറബാഫില്ല, അത് അള്ളാഹുമായി സാമീപ്യം കരസ്ഥമാക്കിയവർ, അല്ലാതെ കുടുംബക്കാരല്ല. പിന്നെ അടുത്ത വരി അൽ മറോഫി ദീനി കരീനിഹി അൽ ഹമീം ഇൻ സ്വാലഹൻ ഫസാലിഹു ഇൻ ബഹീം. അതിൻ്റെ വ്യാഖ്യാനം പറയാനി ലിൽ ഇൻസാൻ ദായിമൻ മസിയത്തുൽ മഹബ്ബ, ഒരു മനുഷ്യൻ എപ്പോഴും മഹബത്തിൻ്റെ ഒരു സ്വാധീനത്തിലായിരിക്കും. ഈ ഒരു വാക്ക് ഭയങ്കര രസകരം എനിക്ക് തോന്നി. ഒരു മനുഷ്യൻ എപ്പോഴും മഹബത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും, സ്വാധീനത്തിലായിരിക്കും. അതായത് നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നുണ്ടോ ആരാ സ്വാധീനിക്കുന്നത്? നമ്മൾ ഇഷ്ടം വെക്കുന്ന ഒരാൾ, അവരെപ്പോഴും നമ്മൾ സ്വാധീനിക്കുന്നുണ്ടാവും. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെ ഒരു വ്യക്തിനെ വെറുതെ ഇഷ്ടപ്പെടുക ഭൗതികമായിട്ട്, അവർ നമ്മളെപ്പോഴും സ്വാധീനിക്കൂലേ? അവരുടെ വാക്ക്, അവരിനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞോ, അതോ ഒരു പറഞ്ഞല്ലേ എങ്ങനെ ചെയ്യാം, ഒരു കാര്യം ഇഷ്ടമാണെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇഷ്ടമാണ്, ആ ഇഷ്ടം നമുക്ക് ചെയ്യാൻ തോന്നും. അവർക്കൊരു കാര്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ആ ഇഷ്ടമല്ലാത്ത ഒഴിവാക്കാൻ തോന്നും. അവർ ഒരു കാര്യം കൽപ്പിച്ചു, അല്ലെങ്കിൽ അവർക്കിത് വിഷമമുണ്ടാവും എന്ന് തോന്നിയാണ്, അപ്പോൾ നമ്മൾ അത് ചെയ്യൂല. ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് വെറീഡാവും. ചിലപ്പോൾ അത് വലിയ സംഭവം ഒന്നും ആവില്ല, പക്ഷെ ആ ആളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്വാധീനിക്കപ്പെടും. അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. ഇൻസാനു ദായിമൻ വസിയത്തുൽ മഹബ്ബ, മനുഷ്യൻ എപ്പോഴും മഹബത്തിൻ്റെ സ്വാധീനത്തിലാണ്. ലാ യുരീദു അൻ യുഖാലിഫു മഹബൂബൻ, അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യും, നമ്മൾ ആഗ്രഹിക്കൂല നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ എതിരാവണമെന്ന്. ഹത്താ വലൂക്കാണ് ജാഹിൽ, അദ്ദേഹം ജാഹിലാണെങ്കിൽ പോലും. നമ്മളൊരു ജാഹിലിനെ ഇഷ്ടം വെച്ചെന്ന് കരുതുക, ഒരു വളരെ മോശപ്പെട്ട ആൾ, തീനുമായിട്ട് ഒരു അടുപ്പില്ലാത്ത ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമ്മൾ ആ ജാഹിലിന് എതിരാവണമെന്ന് പോലും നമ്മൾ ആഗ്രഹിക്കൂല, അവരനുകൂലമാവണമെന്ന് ആഗ്രഹിക്കൂല. നമ്മൾ മഹബത്ത് ഉണ്ടെങ്കിൽ, അതാണ് മഹബത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അറിയാതെ സ്വാധീനിക്കപ്പെടും. വലിദാലിക യഖാൽ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത് ഇന്ന തബീഅത തസ്രീഖു തബീഅ, ഒരാളുടെ പ്രകൃതം, സ്വഭാവം മറ്റൊരു സ്വഭാവത്തിനെ കവർന്നെടുക്കും, കട്ടെടുക്കും എന്ന് പറയുന്നതാണ്, നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഫൈദാ കാന ശിരീറൻ ഫജാനിബു, നിങ്ങൾ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ അടുപ്പം വെക്കുന്ന ഒരാളുടെ സ്വഭാവം മോശമാണ് എന്ന് തോന്നിയ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം എന്താ? അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ഖലീഫിനെ ഒക്കെ എതിർക്കുന്ന ആളാണോ? അവരായിട്ട് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ വിമർശിക്കുന്നവരാണോ? അതാണ് ഏറ്റവും മോശപ്പെട്ട സ്വഭാവം. അതാണെങ്കിൽ അവിടുന്ന് ഒഴിവാവുക. ഇനിയിപ്പോൾ അവരെ അംഗീകരിക്കുന്നവരാണെങ്കിൽ തന്നെ അവരെ തെറ്റുകളിൽ മുഴുകുന്നവരാണോ? അവിടുന്ന് മാറി നിൽക്കുക, അവിടുന്ന് ഓടിക്കളയുക. അപ്പം ഇല്ല, അങ്ങനെ ഓടിക്കളഞ്ഞിട്ടില്ല എന്താ സംഭവിക്കുക അറിയോ? സതകൂനു മിസ്ലഹു ഫി അഖ്റബി വഖ്തി, അടുത്ത് തന്നെ നിങ്ങളും അതുപോലെ ആയിത്തീരും. നിങ്ങൾ അവരെ കൂടെ നിന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്, നിങ്ങൾക്കറിയാം ഒരു മോശമാണെന്ന്, അങ്ങനെ ആയിട്ട് നിങ്ങൾ ആ അടുപ്പം കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ, അധികം താമസിക്കേണ്ട, നിങ്ങൾ അതുപോലെ ആയിത്തീരും. ഫബാദിർ ഇലാ മയ്യം ഫൗഖ്, അതുകൊണ്ട് നിങ്ങൾ ഓടിക്കോ, നിങ്ങൾ തിരക്ക് പിടിച്ചോ, നിങ്ങളെ ഉപകാരം ചെയ്യുന്ന, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന, അള്ളാഹിൻ്റെ അടുക്കൽ ഉപകാരം കിട്ടുന്ന ആളുകളുമായി സഹവസിക്കാൻ മറ്റവരെ ഒഴിവാക്കിക്കോ എന്ന് പറയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറാമുൻ ഖബും തുടങ്ങിയിട്ടുള്ള മറ്റ് വിശദീകരണങ്ങൾ അടുത്ത ദർസിൽ പറയാം. ജസാക്കല്ലാഹു ഖൈറൻ.